ബിസ്മില്ലാഹി റഹ്മാൻ റഹീം. ഈ ഒരു എപ്പിസോഡ് നമുക്കൊരു മധുഗാനം പാടിയിട്ട് തുടങ്ങാം അല്ലേ? പണ്ടേ മദീനയെ പാടി ഞാനിന്ന് പേരിൽ ഹബീബിൻ്റെ ഖാദിമ. അന്നേ തൊട്ടിന്നോളം നൂറിൻ പൂമുഖം കണ്ടില്ലേൽ ഞാനെന്ത് മാദിഹ. എന്നും മുഹിബിൻ്റെ മുന്നിൽ മദ്ഹെത്ര പാടി ഞാനിന്നെന്ത് ജോറില. ഒന്നും നേതാവിൻ്റെ ചാരെ വന്നില്ലേൽ നാളെ എന്താകും ബേജാറില. റൗളയിൽ പോകാനീ കൽബോ നന്നല്ല, തൗബയിൽ പോലും കരഞ്ഞ കണ്ണല്ല. നീറിപ്പുകയും മനസ്സല്ലാതില്ല, എണ്ണി പറയാനോ തെറ്റല്ലാതില്ല. പറഞ്ഞ് പറഞ്ഞ് പകലിരവുകൾ ഒഴിഞ്ഞുവല്ലാതെ പാദം ചേർക്കേണം വൈകാതെ. നമ്മൾ ഈ റബീഉൽ അവ്വൽ 12 ഒരു സ്പെഷ്യൽ എപ്പിസോഡ് ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നല്ലോ. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ഒരു പേര് ഒരുപാട് തിരഞ്ഞിരുന്നു. അങ്ങനെ അവസാനം നമ്മൾ ഇട്ട ഈ ഒരു പേരുണ്ടല്ലോ, മരുഭൂവിൽ പൂത്ത വസന്തം എന്നുള്ളത്. യഥാർത്ഥത്തിൽ ഈ ഒരു പേര് ഒരു 2-3 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ കേട്ടൊരു മധുഗാനത്തിൽ നിന്ന് മനസ്സിൽ ഉടക്കി നിന്ന ഒരു വരിയാണ് മരുഭൂവിൽ പൂത്ത വസന്തം എന്നുള്ളത്. ശരിക്ക് വസന്തത്തിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് പലപ്പോഴും എന്തേക്കാരം നല്ല പൂന്തോട്ടങ്ങളിലോ അല്ലെങ്കിൽ പച്ചപ്പരവതാനി വിരിച്ച മലഞ്ചെരുവുകൾ നമ്മൾ പറയില്ല, അങ്ങനത്തെ അത്തരം സ്ഥലങ്ങളിലോ ഒക്കെ ആയിരിക്കും. ഒന്നുമല്ലെങ്കിൽ നല്ലൊരു പച്ചപ്പുള്ള ഒരു നാടിനൊക്കെ ആയിരിക്കും സൂചിപ്പിക്കുക. പക്ഷേ മരുഭൂമിയിൽ എങ്ങനെയാണ് വസന്തം വരിക? അത് ആ ഒരു വാക്കിനൊരു പ്രത്യേകത അല്ലേ? അപ്പോൾ യഥാർത്ഥത്തിൽ ഈ മരുഭൂമിയിൽ പൂത്ത വസന്തം എന്നുള്ളത് റസൂലുള്ളാഹിനെ ഉപമിച്ചിട്ട് പറഞ്ഞാണല്ലോ. ഇത് ശരിക്ക് അവിടുത്തെ അന്ന് ജാഹിലിയ കാലത്ത് അവിടെ ഉണ്ടായിരുന്ന അറബികളെ മനസ്സിനെ കൂടി സൂചിപ്പിച്ചുകൊണ്ടുള്ളതാണ്. അഥവാ ജഹാലത്തിൻ്റെ വരൾച്ച ബാധിച്ചിരുന്ന ആ മനസ്സിലേക്ക് ഒരു വസന്തത്തിൻ്റെ നനവും പിന്നെ ഒത്തിരി പൂക്കളൊക്കെ ആയിട്ടാണ് റസൂലുള്ളാഹി കടന്നു വന്നതെന്നാണ് ഇതിന് മനസ്സിലാകുന്നത്. അങ്ങനെ ആ കടന്നു വന്ന വസന്തം പിന്നീട് അന്ന് അറേബ്യയിൽ കടന്നു വന്ന ഈ വസന്തം പിന്നീട് ലോകം ഒന്നാകെ വ്യാപിച്ച് ഒരു വലിയ സിവിലൈസേഷനായി മാറുന്നൊരു കാഴ്ച നമ്മൾ കണ്ടത്. ഇതിനോട് ഏകദേശം സമാനമായിട്ടുള്ള ഒരു വരിയുണ്ട് സുകുമാർ കക്കാട് എഴുതിയ സ്തുതിക്കപ്പെട്ടവൻ എന്ന കവിതയിൽ. റസൂലുള്ളാഹിനെ കുറിച്ച് എഴുതിയൊരു കവിതയാണ്. ആ കവിതയിലെ വരി ഇങ്ങനെയാണ്: പൊള്ളും മരുക്കളെ അധ്യാപനങ്ങളാൽ പുഷ്പനികുഞ്ചകമാക്കിയ നായക. അഥവാ പൊള്ളുന്ന മരുഭൂമിയെ പുഷ്പങ്ങൾ നിറഞ്ഞ ഒരു ഭൂമിയാക്കി മാറ്റിയെടുത്ത നായക എന്ന് പറഞ്ഞിട്ടാണ് റസൂലുള്ളാഹിനെ അതിൽ വിവരിക്കുന്നത്. എന്തായാലും ഈ റബീഉൽ അവ്വലാണല്ലോ നമ്മൾ ഈ റസൂലുള്ളാഹിൻ്റെ ജന്മദിനമൊക്കെ നമ്മൾ ആഘോഷിക്കുന്ന ഒരു മാസമാണ്. ഈ റബീഉൽ അവ്വൽ എന്നുള്ള പേര് കിട്ടിയതിനെ കുറിച്ച് നമ്മൾ അന്വേഷിക്കുമ്പോൾ ഇത് ശരിക്കും റസൂലുള്ളാഹി വരുന്നതിന് മുമ്പ് ഈ പേരുണ്ട്. റബീഉൽ അവ്വൽ എങ്ങനെ റബീഉൽ അവ്വൽ പേര് കിട്ടില്ല? ഈ ഭാഷാ പണ്ഡിതന്മാർക്കിടയിൽ വ്യത്യസ്തമായ അഭിപ്രായമുണ്ട്. പലരും അതിൽ ഒരു അഭിപ്രായമാണ് ഇത് വസന്തത്തിൻ്റെ തുടക്കം ഉണ്ടായിരുന്ന മാസമായിരുന്നു എന്നുള്ള രീതിയിലൊക്കെ അല്ലാത്ത എക്സ്പ്ലനേഷൻസ് ഉണ്ട് കേട്ടോ. പക്ഷേ എന്തൊക്കെയായാലും ഈ റബീഉൽ അവ്വൽ എന്ന ഈ പേര് വന്നതിന് ശേഷം ശരിക്ക് ഇപ്പം നമുക്ക് കൂടുതൽ റിലേറ്റ് ആവുന്ന റസൂലുള്ളാഹി വന്ന മാസം, അതുകൊണ്ട് ഇതിന് റബീഉൽ അവ്വൽ കിട്ടിയെന്നല്ലേ തോന്നാം. അപ്പം യഥാർത്ഥത്തിൽ റസൂൽ എന്ന വസന്തം വന്നൊരു മാസം ആയതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ അതിനു മുമ്പേ ഈ ഒരു മാസത്തിന് ഇങ്ങനെ ഒരു പേര് കിട്ടിയതെന്ന് മനസ്സിലാക്കാം. എന്നാൽ റബീഉൽ അവ്വൽ എന്നുള്ള പേര് പറയുമ്പോൾ നമ്മളെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്നത്, പ്രത്യേകിച്ച് മലയാളികൾക്ക് ആദ്യം മനസ്സിലേക്ക് ഓടിയെത്തുന്നതാ നമ്മളെ നാട്ടിലുള്ള ഈ ഘോഷയാത്രകൾ, അതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന പരിപാടികളൊക്കെ. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് നമ്മളൊക്കെ നബിദിന അനുഭവങ്ങളൊന്ന് പങ്കുവെച്ച് തുടങ്ങാം. എൻ്റെ ചെറുപ്പത്തിലൊക്കെ നമ്മൾ എല്ലാ വർഷങ്ങളിലും ഉണ്ടാവാറുള്ളതാണ്, എല്ലാ സ്ഥലങ്ങളിലും ഉണ്ടാവാറുള്ളതാണ്. സുബഹി നിസ്കാരത്തിൻ്റെ ബാങ്ക് കൊടുക്കുന്നതിൻ്റെ ഒരുപാട് മുമ്പ് എഴുന്നേറ്റിട്ട് ഉപ്പാൻ്റെ ഒക്കെ കൂടെ പള്ളിക്ക് ഇങ്ങനെ പോയി മൗലൂദ് ഓതുന്ന ആ രംഗമൊക്കെ നമുക്ക് ഇപ്പോഴും ഓർമ്മയിൽ നിൽക്കുന്നുണ്ട്. അത്രയും ചെറുപ്പത്തിൽ നമുക്കിതിൻ്റെ അർത്ഥങ്ങളൊന്നും അറിയില്ല, പക്ഷെ എന്നാലും നബിദിനം വരുന്ന സമയത്ത് നമുക്കൊരു സന്തോഷം ഉണ്ടാവാറുണ്ട്. അന്ന് രാത്രി പാടാനുള്ള പരിപാടികളും അന്ന് റാലി ഒക്കെ ആസ്വദിച്ച് ആ ഒരു കാര്യങ്ങളൊക്കെ ആലോചിച്ച് നമുക്ക് ഒരുപാട് സന്തോഷം ഉണ്ടാവാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഘോഷയാത്രകളൊക്കെ, പ്രത്യേകിച്ച് ഞങ്ങൾ പാലക്കാട് ജില്ലയിലൊക്കെ അങ്ങനെ ഒരുപാട് മുസ്ലിം പോപ്പുലേറ്റഡ് അല്ലാത്ത സ്ഥലമാണ്. എന്നാലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഘോഷയാത്രയൊക്കെ ഭംഗിയായ രീതിയിൽ ഞങ്ങൾ നടത്താറുണ്ട്.
ഈ ഞങ്ങളുടെ പള്ളീൻ്റെ തൊട്ടടുത്ത് കുറച്ച് ഒരു 100 മീറ്റർ അപ്പുറത്തായിട്ട് ഒരു അമ്പലമുണ്ട്. അപ്പോൾ ഞങ്ങൾ ഘോഷയാത്ര പോകുന്ന വഴിക്ക് ഈ അമ്പലം അതുപോലെ അടുത്തുള്ള ഒരുപാട് സ്ഥലങ്ങൾ അങ്ങനെയൊക്കെയാണ് സ്വീകരണ സ്ഥലങ്ങളായിട്ട് പോകാറുള്ളത്. സ്വീകരണ സ്ഥലങ്ങൾ പോയിട്ട് അവിടുന്ന് അവർ മധുരപാനീയങ്ങൾ തരും, പലഹാരങ്ങൾ തരും, അങ്ങനെയൊക്കെ അവിടെ ഉണ്ടാവാറുണ്ട്. അത് നമ്മൾ പോകുന്ന വഴിക്ക് അമ്പലത്തിൻ്റെ അവിടെ എത്തുമ്പോൾ വണ്ടി നിർത്തും. അവിടുന്ന് ദഫ് കളിക്കും കുട്ടികൾ, അവിടുത്തെ ദഫ് കുട്ടികൾ ദഫ് കളിക്കും. ആ സമയത്ത് തന്നെ അവിടുത്തെ അമ്പല കമ്മിറ്റിക്കാരുടെ വകയായിട്ട് മധുരപാനീയങ്ങൾ, പലഹാരങ്ങൾ ഈ കളിക്കുന്ന സമയത്ത് അതൊക്കെ കാണുമ്പോൾ നമുക്ക് വല്ലാത്തൊരു സന്തോഷമാണ്. കാരണം നമ്മൾ ആചരിക്കുന്ന ഒരു ആഘോഷ പരിപാടിയാണ്. അതിൽ അവർ സന്തോഷത്തോടു കൂടി ഇൻവോൾവ് ആവാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കൂടുതലും ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് മുസ്ലിങ്ങളൊന്നും ഇല്ലാത്ത നാടാണ്. 19 ആളൊക്കെ ആകെ മഹല്ലിൽ, ഞങ്ങളെ മഹല്ലിൽ ആകെ അത്ര ആളേ ഉള്ളൂ. അത്രയും മുസ്ലിം കുറവുള്ള ആളുകളാണ്. അപ്പോൾ നമ്മുടെ കാണികളായിട്ട് ഉണ്ടാവുക എന്നുള്ളത് കൂടുതലും മുസ്ലിം സഹോദരങ്ങളായിരിക്കും. പോകുന്ന വഴിക്ക് കടകളൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അവിടുന്ന് ആളുകൾ ഈ മധുരങ്ങളൊക്കെ ഇങ്ങനെ തരും. ഘോഷയാത്രയിലൊക്കെ പോകുന്ന ആളുകൾക്ക്, കുട്ടികൾക്കൊക്കെ ഇങ്ങനെ കൊടുക്കുന്ന ഒരു രംഗമൊക്കെ ഭയങ്കര സന്തോഷം തരുന്നൊരു സംഭവമാണ്. അതിൽ പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾ പല വർഷങ്ങളിലായിട്ട് ജീപ്പ് ഉണ്ടാവുമല്ലോ നമ്മൾ ഈ അനൗൺസ്മെൻറ്റായിട്ടൊക്കെ പോണേ, ആ വണ്ടിയിൽ കൂടുതലും വരാറുള്ളത് ഒരു സുരേട്ടൻ എന്ന് പറഞ്ഞൊരു ആളുണ്ട്, ഒരു അമുസ്ലിം സഹോദരനാണ്. അപ്പോൾ അദ്ദേഹം പല വർഷങ്ങളായിട്ട് ജീപ്പിൽ കൂടെ ഇരുന്ന് യാത്ര ചെയ്യേണ്ട സംഭവം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഒരിക്കലും ഞാൻ അദ്ദേഹത്തോട് ഇങ്ങനെ കാഷ്വലായിട്ട് സംസാരിക്കണതിൻ്റെ ഇടയ്ക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ നിങ്ങൾ നമ്മൾ ഈ യാത്രയൊക്കെ പോകുമ്പോൾ ബോറടിക്കുന്നുണ്ടാവില്ലേ? കാരണം റാലിയിലൊക്കെ പറഞ്ഞാൽ നമ്മൾ പോകുന്ന ആ ഒരു നടത്തത്തിനനുസരിച്ച് ജീപ്പിൽ ബ്രേക്ക് ചവിട്ടി അങ്ങനെയൊക്കെ ചെയ്യണം. അതൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര എന്താ തോന്നുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം പുഞ്ചിരിയോടുകൂടി പറയുകയാണ്, അതൊക്കെ നമുക്ക് ഒരുപാട് സന്തോഷം തരുന്ന കാര്യമാണ്. കാരണം നിങ്ങളെ കുട്ടികളെ പരിപാടികളും ദഫും ഒരുപാട് ആസ്വദിക്കുന്നുണ്ട് എന്നുള്ളത് മൂപ്പര് എടുത്തു പറയുന്നുണ്ടായിരുന്നു. എല്ലാ സ്വീകരണ സ്ഥലത്തെത്തുമ്പോഴും ദഫ് കളിക്കും കുട്ടികളൊക്കെ. എല്ലാ ദഫും മൂപ്പര് കാണും, ഇറങ്ങി നിന്നിട്ട് കാണും. അതൊക്കെ കാണുമ്പോൾ എല്ലാം ഒരേ കളി തന്നെ ആയിരിക്കും, പക്ഷേ ഒരുപാട് തവണ മൂപ്പര് അതിനെ കണ്ട് ആസ്വദിക്കുക. അത് നമ്മളെ സ്ഥിരം കാഴ്ചയാണ്. ഇതൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ സ്ഥിരം നടക്കുന്ന സംഭവമാണ്. ഇപ്പോൾ അതൊക്കെ വലിയൊരു സംഭവമായി മാറിയാണ്. അതായത് ഒരു മുസ്ലിം സഹോദരങ്ങൾ ഒരു റാലിക്ക് ആതിഥേയത്വം നൽകിയാൽ റീല് വരും, അങ്ങനെയൊക്കെ വലിയ സംഭവമായി വരും. കഴിഞ്ഞ റബീഉൽ അവ്വലിന് ഒരു വീഡിയോ വൈറലായിരുന്നല്ലോ. അത് മലപ്പുറത്ത് ഒരു നബിദിന റാലിക്കിടെ ഒരു റാലി പങ്കെടുത്തൊരു കുട്ടിക്ക് ഒരു അമ്മ നോട്ടുമായിട്ടെടുത്ത് ചുംബിച്ച് പോകുന്നുണ്ട്. അപ്പോൾ അന്ന് ആ റിപ്പോർട്ടർ അമ്മനോട് ചോദിക്കും, ആകെ വൈറലായല്ലോ, എന്താ നിങ്ങൾക്ക് പറയാനുള്ളതെന്ന് ചോദിക്കും. ഞാൻ പറയും, എനിക്കിതിൽ പ്രത്യേകിച്ച് അത്ഭുതം തോന്നണമൊന്നുമില്ല, ഞാൻ ആ കുട്ടിനെ എൻ്റെ മകനെ പോലെയാണ് കാണുന്നതെന്നാണ് അമ്മ പറയണത്. ശരിക്കും ഞാനും ആ ഒരു വീഡിയോ കണ്ടപ്പോൾ, ഞാൻ ആ അമ്മൻ്റെ ഈ മറുപടി കേട്ടപ്പോൾ എനിക്കും മനസ്സിലുണ്ടായത് ഇതിലിപ്പോൾ ഇത്ര അത്ഭുതം, നമ്മുടെ നാട്ടിലത്തൊക്കെ നടക്കണതല്ലേ. പിന്നെ ഞാൻ അങ്ങനെ ചിന്തിച്ചപ്പോൾ എനിക്ക് തോന്നി, ഒരു പക്ഷേ നമ്മളെ നാട് മാറിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഒരു ഉദാഹരണമായിരിക്കും, നമുക്ക് അന്ന് മനസ്സിലാക്കി തരാനായിരിക്കും ഇതൊക്കെ. അപ്പോൾ എന്ന് പറഞ്ഞാൽ, അഥവാ ഇങ്ങനെയൊക്കെ ആയിരുന്നു ഇവിടുത്തെ ആളുകൾ ജീവിച്ചിരുന്നത് എന്നുള്ളതിനുള്ള ചില ഉദാഹരണങ്ങൾ മാത്രമായിട്ട് ഇത്തരം സംഭവങ്ങൾ ഒതുങ്ങി കൂടുമ്പോൾ ഈ വർഗീയതയും അതുപോലെ തന്നെ കുറേ പാർട്ടികൾ അടങ്ങുന്നവർ പലരും ഇവിടെ വിഷവിത്തുകൾ വിതക്കാൻ നോക്കണതിൻ്റെയൊക്കെ പരിണിത ഫലങ്ങളായിരിക്കാം നമ്മൾ പരസ്പരം അകന്നു പോയിക്കൊണ്ടിരിക്കുകയാണോ എന്ന് എനിക്ക് തോന്നി. ഏതായാലും എൻ്റെ ഒരു നാട്ടിലുള്ള നബിദിനത്തിൻ്റെ പഴയ ഓർമ്മകളെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് ആദ്യം ഓർമ്മ വരിക, ഞാൻ ആദ്യമായിട്ട് 1ാം ക്ലാസ്സിൽ മദ്രസയിൽ പഠിക്കുന്ന സമയത്ത് അന്നുണ്ടായിരുന്ന റബീഉൽ അവ്വലിൻ്റെ ദിവസമാണ്. അപ്പോൾ അന്ന് റബീഉൽ അവ്വൽ എന്ന് പറഞ്ഞാൽ ആ ഒരു മാസം കടന്നു വരുന്നതിന് മുന്നേ തന്നെ ഉസ്താദ്മാർ, കുട്ടികൾ, ആ മദ്രസ മൊത്തം തന്നെ ആ ഒരു മാസത്തെ വരവേൽക്കാൻ, പ്രത്യേകിച്ച് ആ റബീഉൽ അവ്വൽ 12-ന് ആ ഒരു ദിവസം ഉണ്ടല്ലോ, അതിനെ എത്രത്തോളം സുന്ദരമാക്കാൻ പറ്റുമോ, എത്രത്തോളം സെറ്റപ്പാക്കി നടത്താൻ പറ്റുമോ, അതിനനുസരിച്ചുള്ള ഒരുക്കങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ ദിവസങ്ങൾക്ക് മുന്നേ തന്നെ നമുക്ക് എങ്ങനെ റാലി നിൽക്കേണ്ടതെന്നൊക്കെ പറഞ്ഞിടും. ഞാൻ അന്ന് 1-ലായതുകൊണ്ടും പിന്നെ അന്ന് ഏറ്റവും ഹൈറ്റ് കുറവുള്ള ഒരാളായതുകൊണ്ടും ആ റാലിൻ്റെ മുന്നിൽ നിൽക്കാനുള്ള അവസരം കിട്ടി എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. പിന്നെ അന്ന് രാത്രി പാട്ട് പാടാനൊക്കെ അവസരം കിട്ടിയത്, അതായത് ഇന്നത്തിൻ്റെ സൗണ്ടും ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഞാൻ അന്ന് പാടിയെന്ന് പറഞ്ഞാൽ അന്നും പാട്ടുകാരനായിട്ടൊന്നും ആവില്ല. ഞാൻ അന്ന് ഒരു പാട്ട് പാടിയതൊക്കെ ഓർമ്മയുണ്ട്. അന്ന് ഒരു മദ്ഹല്ലായിരുന്നു, നൃത്തങ്ങളെ കുറിച്ചിട്ടുള്ളൊരു പാട്ടല്ലേ ഇനി ഉമ്മ പറഞ്ഞത് കേട്ടോളി എന്ന് പറഞ്ഞ് തുടങ്ങിയിട്ടുള്ള ഒരു 6-7 വരികളുള്ള ഒരു പാട്ട് ഒരുപാട് പ്രാവശ്യം ചൊല്ലി പഠിച്ച് മനസ്സിലാക്കി എന്നിട്ട് സ്റ്റേജ് ഇങ്ങോട്ട് കയറുമ്പോഴോ കയ്യും കാലും മറക്കുന്ന ഇതൊക്കെ എനിക്കിപ്പോഴും ചെറുതായിട്ട് ഇങ്ങനെ ഒരു ഓർമ്മ ഉണ്ട്. അങ്ങനെ ആ പ്രാവശ്യത്തിന് ശേഷം ഉണ്ടായിട്ടുണ്ടോ അറിയില്ല. അന്ന് എന്ത് ചെയ്തിരുന്നു വെച്ചാൽ ഞങ്ങൾ മൊത്തം പരിപാടികൾ അന്ന് രാവിലെ നടന്നിരുന്ന മൊത്തം ജാഥകളും അതിന് ശേഷം അന്ന് രാത്രി നടന്നിട്ടുണ്ടായിരുന്ന കലാപരിപാടികളൊക്കെ
ഷൂട്ട് ചെയ്തതായിട്ട് വീഡിയോ റെക്കോർഡ് ചെയ്തതായിട്ട് എനിക്ക് ഓർമ്മയുണ്ട്. എന്നിട്ട് അന്ന് ഏകദേശം ഒരു 14 കൊല്ലത്തിലേറെ മുന്നേ ഉള്ള സംഭവമായിരിക്കും. അതുകൊണ്ട് തന്നെ അന്ന് ഇത്ര ടെക്നോളജി ഒന്നും അപ്ഡേറ്റ് ആവാത്ത കാലമായതുകൊണ്ട് ഇന്ന് CD-യിലാണ് എന്ത് ചെയ്യുക ഇതാക്കുക. അന്ന് മൊത്തം വീഡിയോ റെക്കോർഡ് ചെയ്തിട്ട് നമ്മൾ കുട്ടികൾക്കിടയിൽ CD-കൾ മൊത്തം എടുത്ത് കൊടുത്തതും നമ്മൾ പെരെ പോയിട്ട് DVD പ്ലെയറിലും TV ഒക്കെ കണക്ട് ആക്കിയിട്ടൊക്കെ ഇലക്കെ ഇട്ടുകാണ്ട് നമ്മളെ ഭാഗം അടിച്ചിട്ട് കാണുന്നതും, പ്രത്യേകിച്ച് ഞാൻ വരില്ല മുന്നിലുള്ള ആളായതുകൊണ്ട് നമ്മളെ ശരിക്കും കാണാൻ പറ്റും. അതിൽ പ്ലക്കാർഡൊക്കെ പിടിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു പുതിയ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ആ പുതിയ ഡ്രസ്സിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ നമ്മൾ റിവ്യൂ ലെവലിൽ ചിലപ്പോൾ അന്ന് പുതിയ ഡ്രസ്സൊക്കെ എനിക്ക് ഉണ്ടായിരുന്നു. അത് തലേ ദിവസം കിടന്നുറങ്ങുമ്പോൾ തന്നെ എനിക്ക് പിറ്റേ രാവിലെ ഒന്ന് ആവാനുള്ളൊരു ആഗ്രഹമായിരുന്നു. ആ ഒരു ഡ്രസ്സ് ഇടാനുള്ള പൂതിയും പിന്നെ എല്ലാവരും ആകാംക്ഷയൊക്കെ കൂടിയിട്ട് അങ്ങനെയാണ് എൻ്റെ റിവ്യൂ ലെവലിൻ്റെ കഥകളെ കുറിച്ച് പറയുമ്പോൾ ഉണ്ടാവും. പിന്നെ അന്ന് രാത്രിക്കത്തെ പരിപാടി കഴിയുമ്പോൾ പിറ്റേ ദിവസം അല്ലെങ്കിൽ അന്ന് രാത്രി തന്നെ നമുക്ക് സമ്മാനമൊക്കെ കൈമാറും. അതായത് ഒരു റിവ്യൂ ലെവലിൻ്റെ സമ്മാനം എന്ന് പറയുമ്പോൾ ഒരു കോപ്പേ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ആവും. പക്ഷെ അത് കിട്ടുന്ന ഒരു വിദ്യാർത്ഥിക്ക് ഉണ്ടാകുന്ന അവിടെ ഒരു പ്രോത്സാഹനമുണ്ട്. അപ്പോൾ ഇത് പറയുകയാണെങ്കിൽ ആ ഒരു സമ്മാനത്തിൻ്റെ ഒപ്പം ഒരു സ്റ്റിക്കറൊക്കെ ഉണ്ടാവും, നബിദിനം എന്നുള്ള ഒരു സ്റ്റിക്കർ. അപ്പോൾ നമ്മളിപ്പോൾ ആ ഒരു പ്ലേറ്റ് എന്താണ് കിട്ടിയതെങ്കിൽ അത് കൊണ്ടുപോയിട്ട് പെരയിൽ കൊണ്ടുപോയി വെക്കും. ആദ്യം കുറേ ദിവസം നമ്മളത് ഉപയോഗിക്കില്ല, ബാക്കിയുള്ള പ്ലേറ്റുകളൊക്കെ ഉപയോഗിക്കുക. അത് ഉപയോഗിക്കാതെ കുറേ കാലം എടുത്ത് വെക്കും. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ എടുക്കും. ആ പ്ലേറ്റ് തന്നെ നമ്മൾ വേറെ ആർക്കും കൊടുക്കില്ല, നമ്മൾ മാത്രമേ ഉപയോഗിക്കുള്ളൂ. നമ്മൾ ഉപയോഗിക്കുമ്പോൾ തന്നെ നമ്മൾ തന്നെ ആയിരിക്കും കഴുകി വെക്കുക. അതിൻ്റെ സ്റ്റിക്കർ പോവാതിരിക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തിയിട്ട് അന്ന് അങ്ങനത്തെ കുറേ ഓർമ്മകളാണ് എനിക്ക് പ്രത്യേകിച്ച് പറയാനുണ്ടാവും. ശരിക്കും ഭയങ്കര സംഭവമാണിത്. ഈ കഴിവുള്ളവർക്ക് ഒരുപാട് വേദികളുണ്ടാവും. ഒരു നാട്ടിലെ എല്ലാ ആൾക്കാർക്കും പാടാനും പറയാനും അവസരം ഉണ്ടാവുള്ളൂ. അത് നബിദിനം മാത്രമേ കാര്യം അന്ന് വൈകുന്നേരം 5 മണിക്ക് തുടങ്ങി രാത്രി 12 മണി, അത് കഴിഞ്ഞിട്ടില്ലെങ്കിൽ പിറ്റേ ദിവസം പരിപാടി. അപ്പോൾ എല്ലാ കുട്ടികൾക്കും പാടാൻ അവസരം ഉണ്ടാവും. അതായത് കുറേ തമാശകൾ നമ്മൾ കണ്ടു. പിന്നെ അവൻ്റെ സ്പെഷ്യൽ ഒരു തമാശകൾ ഉണ്ടാവില്ലേ, പാട്ട് തുടങ്ങിയിട്ട് അതുകൊണ്ട് മറക്കും, ഇങ്ങോട്ട് ഇജ്ജ് പാടിക്കോ പറയും. അങ്ങനെ കുറേ തമാശകൾ, പ്രസംഗം മറക്കും. പക്ഷേ ഈ ആൾ ഇറങ്ങി പോയിട്ടൊരു അനൗൺസ്മെൻ്റ് ഉണ്ടാവും, ഇപ്പോൾ പാടിയ മുഹമ്മദ് റബീനൊരു പ്രോത്സാഹന സമ്മാനമുണ്ട്, കൊടുക്കണവൻ്റെ വാപ്പയ്ക്കാരൻ. അപ്പോൾ ആ ഒരു പറഞ്ഞ പോലെ പറയുമ്പോൾ ഒരു കോപ്പേ അല്ലെങ്കിൽ ജഗ്ഗോ എന്തെങ്കിലുമൊക്കെ കഴിക്കാരം. പക്ഷെ ആ കുട്ടിക്ക് നൽകുന്നൊരു പ്രോത്സാഹനം ഉണ്ട്, അത് ചെറുതൊന്നുമല്ല. നമ്മളിപ്പോൾ ഒരുപാട് പാട്ടുകളും ഇങ്ങനത്തെ പരിപാടി അനുഭവങ്ങളൊക്കെ പങ്കുവെച്ച് ഇതിനെക്കുറിച്ച് ആലോചിക്കുമ്പോഴേ ഇതൊക്കെ ശരിക്ക് ഒരു 1400 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ജീവിച്ചു പോയ നമ്മളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉണ്ടാക്കിയെടുത്ത ഒരു ഇമ്പാക്റ്റിൻ്റെ അനുരണന ഫലങ്ങളല്ലേ. നമ്മൾ ഇതിങ്ങനെ റസൂലുള്ളാഹിൻ്റെ പേര് നോക്കുമ്പോൾ റസൂലുള്ളാഹിൻ്റെ പേരെന്താണ്? മുഹമ്മദ് എന്നാണ്, അഥവാ സ്തുതിക്കപ്പെട്ടവൻ. അന്ന് റസൂലുള്ളാഹി ജീവിച്ച കാലഘട്ടത്തിൽ റസൂലുള്ളാഹി സർവ്വസമ്മതനായിരുന്നു, സ്തുതിക്കപ്പെട്ടവനായിരുന്നു. 1400 വർഷങ്ങൾക്ക് ഇപ്പുറവും ഒരു മനുഷ്യൻ ഇന്നും സ്തുതിക്കപ്പെട്ട് നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ ആ മനുഷ്യൻ എങ്ങനെയായിരിക്കും ജീവിച്ചിട്ടുണ്ടാവുക? അതിനെക്കുറിച്ച് നമ്മളൊന്ന് ആലോചിക്കേണ്ടത്. നമ്മൾ ഖുർആനെ കുറിച്ച് നമ്മൾ പറയാറുണ്ട്. ഖുർആൻ എന്താണ്? മനുഷ്യന് ജീവിക്കാനുള്ള മാനിഫെസ്റ്റോ ആണെന്ന് പറയാറുണ്ട്. അഥവാ ഓരോ മനുഷ്യനും നമ്മൾ എന്ത് പ്രൊഡക്റ്റ് വാങ്ങുമ്പോൾ അതിൻ്റെ കൂടെ ഒരു യൂസർ മാനുവൽ ഉണ്ടാവുമല്ലോ, അതുപോലെ മനുഷ്യൻ എന്ന പ്രൊഡക്റ്റിനുള്ള ഒരു യൂസർ മാനുവലാണ് ഖുർആൻ നമ്മൾ പറയാറുണ്ട്. യഥാർത്ഥത്തിൽ ഈ ഖുർആനിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ഖുർആൻ നാം മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അയച്ചു. എന്തിന്? ലിതുബയ്യിന ലിന്നാസി മാ നുസില ഇലൈഹിം, ജനങ്ങൾക്ക് വിശദീകരിച്ച് കൊടുക്കാൻ. ഈ ഖുർആൻ എന്താണെന്ന് വിശദീകരിച്ച് തരാനും കൂടിയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉദ്യമം അതും കൂടിയായിരുന്നു. പക്ഷേ റസൂലുള്ളാഹി തങ്ങൾ ഇത് വാക്കുകൊണ്ട് മാത്രമല്ല വിശദീകരിച്ച് നൽകിയിട്ടുള്ളത്. റസൂലുള്ളാഹി ഒരു ഖുർആനായി ജീവിക്കുകയായിരുന്നു അന്ന് സ്വഹാബത്തിനിടയിൽ. നമുക്കെല്ലാവർക്കും കാണത്തക്ക ഇത് നമുക്ക് ചരിത്രത്തിൽ അധികം ഉണ്ട്. ഒരു മനുഷ്യൻ്റെ ജീവിതം മുഴുവനായിട്ട് റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ട് വേറെ ഏതെങ്കിലും മനുഷ്യന് നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയും? അങ്ങനെ റസൂൽ ഒരു ഖുർആനായിട്ട് ജീവിക്കുകയായിരുന്നു ഈ മനുഷ്യന്മാർക്കിടയിൽ നമുക്ക് മനസ്സിലാക്കാം. ഒരിക്കൽ ഒരു ആളൊന്ന് ആയിഷാബിനോട് ചോദിക്കുന്നുണ്ട്, നബിൻ്റെ സ്വഭാവത്തെ പറ്റി ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആയിഷാബി തിരിച്ചു ചോദിക്കും, അമ്മ തഖ്റഉൽ ഖുർആൻ, നിങ്ങൾ ഖുർആൻ ഓതലില്ലേ ചോദിക്കും. മൂപ്പര് പറയാതെ ഞാൻ ഓതലുണ്ട് പറയും. അപ്പോൾ ആയിഷാബി തിരിച്ചു പറയും, കാന ഖുലുഖുൽ ഖുർആൻ, നബിൻ്റെ ജീവിതം എന്ന് പറഞ്ഞാൽ ഖുർആനായിരുന്നു. റസൂലുള്ളാഹിനെ കുറിച്ച് ഈ കരുണയുടെ കാര്യങ്ങളൊക്കെ ഒരുപാട് പറയുമ്പോൾ റസൂലുള്ളാഹിനെ കുറിച്ച് അല്ലാഹ് ഖുർആനിൽ പറയുന്നുണ്ട്, വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ, അങ്ങേ ലോകർക്ക് റഹ്മത്തായിട്ടല്ലാതെ നാം നിയോഗിച്ചിട്ടില്ല എന്ന് പറയുന്നുണ്ട്. റസൂലുള്ളാഹിൻ്റെ ജീവിതം അങ്ങനെ തന്നെ ആയിരുന്നു. ഓരോ കാര്യങ്ങൾ എല്ലാവരെയും കരുണയുടെ ഒരു കണ്ണോടുകൂടിയാണ് റസൂലുള്ളാഹി കാണുന്നത്. ഒരു ചരിത്രം പറയാറുണ്ട്, ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹസൻ റളിയല്ലാഹു അൻഹുവിനെ എടുത്ത് ചുംബിക്കുന്നുണ്ട്. ആ സമയത്ത് അവിടെ അഖറ ഇബ്നു ഹാബിസ് എന്നൊരു സഹാബി ഇത് കാണുകയാണ് റസൂലുള്ളാഹി അങ്ങനെ ചുംബിക്കുന്നത്. അത് കണ്ട് അതിശയിച്ചിട്ട് അദ്ദേഹം റസൂലുള്ളാഹിനോട് ചോദിക്കുകയാണ്, റസൂലുള്ളാഹിനോട് പറയുകയാണ്, റസൂലേ എനിക്ക് 10 മക്കളുണ്ട്, ഞാൻ എന്നിട്ട് അതിൽ ജീവിതത്തിലൊരു
ഒരു വട്ടം പോലും ഒരു കുട്ടിനെയും ചുംബിച്ചിട്ടില്ല എന്ന് പറയുന്നു. അപ്പോൾ റസൂൽ അദ്ദേഹത്തെ ഒന്ന് നോക്കിയിട്ട് പറയുകയാണ്, മല്ലായ റഹമുലായ റഹം, ഒരാളെ കരുണ കാണിക്കാത്ത ഒരാൾക്ക് കരുണ തിരിച്ച് കിട്ടുകയില്ല എന്ന് റസൂല്ല പറയുന്നുണ്ട്. റസൂല്ലാൻ്റെ ജീവിതം അത്രക്കും എല്ലാവരോടും കരുണ കാണിക്കാനുള്ള ഒരു മനോഭാവമായിരുന്നു റസൂല്ലാൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഖുർആൻ തന്നെ പറയുന്നുണ്ടല്ലോ, ലഖദ് കാന ലക്കും ഫി റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന എന്നാണ് പറയുന്നത്. അഥവാ ലോക മനുഷ്യർക്ക് മൊത്തം മാതൃകയാണ് റസൂലിൻ്റെ ജീവിതം. നമ്മൾ നേരത്തെ പറഞ്ഞത് റസൂൽ ഖുർആൻ എന്താണെന്ന് വിശദീകരിച്ച് തരാനാണ് റസൂലിൽ വന്നതെന്ന് നമ്മൾ പറഞ്ഞല്ലോ. അതുപോലെ തന്നെ ലോക ജനതക്ക് മൊത്തം ഒരു മാതൃകയായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം എന്ന് പറയുന്നുണ്ട്. ഇതെന്താണ്, ജീവിതത്തിൻ്റെ എല്ലാ ഘട്ടത്തിലുള്ള മാതൃകയാണ്. സന്തോഷം ഉണ്ടായിരിക്കുമ്പോഴും സങ്കടം ഉണ്ടായിരിക്കുമ്പോഴും അങ്ങനെ എന്തവസ്ഥയിലാണെങ്കിലും റസൂൽ എങ്ങനെ അത്തരം വിഷയങ്ങൾ ഡീൽ ചെയ്തു എന്ന് മനസ്സിലാക്കിയാൽ ഒരു മനുഷ്യനെങ്ങനെ ജീവിക്കേണ്ടതെന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. അതുപോലെ തന്നെ റസൂലിനെ കുറിച്ച് ഖുർആൻ എന്ത് പറയുന്നുണ്ടാരോ, വലോ കുന്ത ഫദ്ദൻ ഗലീദൽ ഖൽബി ലൻഫദ്ദു മിൻ ഹൗലിക് എന്ന് പറയുന്നുണ്ട്. അഥവാ റസൂലെ, നിങ്ങളങ്ങനെ ഒരു കഠിന ഹൃദയനായിരുന്നുവെങ്കിൽ ഈ കാണുന്ന സ്വഹാബത്തൊന്നും നിങ്ങളെ കൂടെ ഉണ്ടാവില്ലായിരുന്നു എന്ന് പറയുന്നുണ്ട്. അത് നമ്മൾ എന്തുകൂടി മനസ്സിലാക്കണം, ആ സ്വഹാബത്ത് മുഴുവൻ റസൂലിൻ്റെ പിന്നിൽ അണിനിരുന്നത് അത്രക്കും, അതായത് ഇവരൊക്കെ ജീവൻ കൊടുത്തിട്ടാണ് റസൂലിൻ്റെ പിന്നിൽ അണിനിരുന്നത്. അത് മുഴുവൻ എന്തായിരുന്നു, ഈ റസൂലിൻ്റെ അത്രക്കും മാതൃകാപരമായിട്ടുള്ള ആ ഒരു സ്വഭാവം കൊണ്ടായിരുന്നു നമ്മൾ മനസ്സിലാക്കണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കരുണയുടെ കഥ പറയുമ്പോൾ അതിന് പ്രത്യേകം എടുത്ത് പറയേണ്ടതാണ്. ഒരിക്കൽ ഒരു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു വഴിയിലൂടെ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തങ്ങളെ തോളിലൊരു ഷാളൊക്കെ ഇട്ടിട്ടാണ് പോകുന്നത്. അപ്പോൾ പെട്ടെന്ന് പിന്നിൽ നിന്ന് ഒരു ആറാബി നബിത്തങ്ങളെ പിന്നെ വന്നിട്ട് ആ ഷാളിൻ്റെ ഒരു തല പിടിച്ച് വലിക്കുകയാണ്. നല്ല പരുക്കമായിട്ട് വലിച്ചിട്ട് ഹദീസിലെ റിവായത്തുകളിലൊക്കെ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. അത് നബിത്തങ്ങൾക്ക് ശക്തമായി വേദനിച്ചിട്ട് ഇവിടെ ഒരു പാടിങ്ങനെ വീകുന്നുണ്ട്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങോട്ട് അദ്ദേഹം പറയാണ്, പരുക്കമായിട്ട് തന്നെ സംസാരിക്കുന്നത്, ആയത്തിന് മാലില്ലായി ഇല്ലെത്തിയ എന്തൊക്കെയെന്ന് പറയുന്നുണ്ട്. നബിയോട് പരുക്കമായിട്ട് സംസാരിക്കുകയാണ്. അത് പറയാണ്, നബിയെ നിങ്ങളുടെ അടുത്തുള്ള പൈസ എനിക്ക് കുറച്ച് തരണം എന്ന് പറയുന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് കേൾക്കുമ്പോൾ നല്ല നിറ പുഞ്ചിരിയോടെ തിരിഞ്ഞു നോക്കിയിട്ട് അവരോട് പറയാണ്, തൊൻ്റെ കൂടെ ഉണ്ടായിരുന്ന സ്വഹാബത്തിനോട് പറയാണ്, അദ്ദേഹത്തിന് എന്താ വേണ്ടതെന്ന് ചെയ്തു കൊടുക്കാമെന്ന്. നിങ്ങൾ അവിടെ ശ്രദ്ധിക്കണം. അതായത് നബി അന്ന് ആരായിരുന്നു എന്ന് ചിന്തിക്കണം. ആ ഒരു നബിയോട് പെരുമാറുന്നത് എത്ര മോശമായിട്ടാണെന്ന് മനസ്സിലാക്കണം. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ച് പെരുമാറിയത്, തിരിച്ചതിന് മറുപടി കൊടുത്തത്, ഇതിൽ ഓരോന്നിലും ഓരോ പാഠങ്ങളുണ്ട് നമുക്ക്. അതേപോലെ സംഭവം പറയല്ലേ, ഒരിക്കൽ നബിൻ്റെ അടുത്തേക്ക് നബിക്കൊരു പാനീയം കൊണ്ടുവരപ്പെട്ട്, അപ്പോൾ നബി കുടിച്ചിട്ട് ബാക്കിയുള്ളത് സാധാരണ വലതുഭാഗത്തേക്കാണ് കൊടുക്കാറ്. പിന്നെ അപ്പോൾ അന്ന് നോക്കുമ്പോൾ വലതുഭാഗത്ത് ചെറിയൊരു കുട്ടിയും ഇടതു ഭാഗത്ത് വലിയ വലിയ സ്വഹാബിമാരും. അപ്പോൾ നബി ആ കുട്ടിയോട് ചോദിക്കും, ഞാൻ വലിയ ഉപ്പമാർക്ക് കൊടുക്കട്ടെ എന്ന് ചോദിക്കും. അപ്പോൾ ആ കുട്ടി നബിയോട് പറയും, നബിയെ നിങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് കിട്ടാനുള്ള ഓഹരി അത് നിങ്ങൾക്ക് വേണമെന്ന് പറയും. അപ്പോൾ നബി ആ പാനീയം കുട്ടിക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആലോചിക്കുക, അപ്പോൾ ആ കുട്ടി പറയാ, നബിയെ എനിക്ക് കിട്ടാനുള്ള എനിക്ക് തന്നെ തരണം. അപ്പോൾ നബി ആ കുട്ടിക്ക് കൊടുത്തു. കൊടുത്തിട്ട് ആ കുട്ടി കുടിച്ച് കഴിഞ്ഞിട്ട് ബാക്കി നബി അടുത്ത ഭാഗത്ത് സ്വഹാബിമാർക്ക് കൊടുക്കുന്നുണ്ട്, വലിയ മുതിർന്ന സ്വഹാബിമാർക്ക് കൊടുക്കുന്നുണ്ട്. ഇത് റസൂലുള്ള പ്രവാചകനാണ്. ഈ ലോകം ഉണ്ടാക്കാനുള്ള, ലോകത്തുള്ള സർവ്വ വസ്തുക്കളുടെയും അതുണ്ടാവാനുള്ള കാരണം റസൂലാണെന്ന് നമ്മൾ പറയാറുണ്ടല്ലോ. അതുപോലെ തന്നെ ഒരു പൊളിറ്റിക്കലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ റസൂലുള്ള അന്നെന്താണ്, ഹെഡ് ഓഫ് ദി സ്റ്റേറ്റും കൂടിയാണ്. അന്ന് ബാക്കിയുള്ള സമാന്തരമായ ഭരണകൂടങ്ങളിലൊക്കെ നോക്കിയാൽ നമുക്കറിയാം അവിടുത്തെ തലവന്മാരെങ്ങനെയായിരുന്നു ജീവിച്ചിരുന്നത് എന്നുള്ളത്. ആ ഒരു അവസ്ഥയിലാണ് റസൂൽ എന്ത് ചെയ്യുന്നത്, ഒരു വലിയ ഇസ്ലാമിക് റിപ്പബ്ലിക്കിൻ്റെ തലവനും കൂടിയാണ് റസൂലുള്ള. അത്ര ഉന്നത പദവിയിലിരിക്കുമ്പോഴും ഇത് ചെറിയ കുട്ടിയുടെ കാര്യങ്ങൾ പോലും ശ്രദ്ധിക്കാറുണ്ടായിരുന്നു നമ്മൾ പറഞ്ഞല്ലോ. അതിനൊരു കഥ പറയാറുണ്ട്. മദീനത്തെ ഒരു കുട്ടി ഉണ്ടായിരുന്നു, അബൂമേർ എന്ന പേരുള്ളൊരു കുട്ടി. ഈ കുട്ടി ഒരു വളർത്തു കുരുവി ഉണ്ടായിരുന്നു. റസൂലുള്ള ഒരുപാട് തവണ ഈ അബൂമേർ എന്ന ഈ കുട്ടി ഈ കുരുവിയെ വെച്ച് ഇങ്ങനെ കളിക്കുന്നത് കണ്ടിട്ടുണ്ട്. അങ്ങനെ ഒരു ദിവസം റസൂലുള്ള വരുമ്പോൾ അബൂമേർ വിഷമിച്ചിരിക്കുക. അബൂമേറിൻ്റെ കുരുവി ചത്തുപോയതോ കാണാതായതോ എന്തോ ആണ്. ആ ഒരു സങ്കടത്തിൽ ഇങ്ങനെ ഇരിക്കുന്ന ഈ കുട്ടിയാണ് റസൂലുള്ള കാണുന്നത്. റസൂലുള്ള ചോദിക്കുന്നുണ്ട്, യാ അബാ ഉമേർ മാ ഫഅലൻ നുഐർ എന്ന് ചോദിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ മലയാളത്തിൽ അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് പറയുകയാണെങ്കിൽ കുഞ്ഞുട്ടി എൻ്റെ കുരുവിക്കുട്ടി എവിടെയെന്ന് ചോദിക്കണ പോലെയാണ്. അത്രക്കും ഒരു ചെറിയ കുട്ടിയെ പോലും അങ്ങനെ പരിഗണിക്കാൻ റസൂലുള്ളാഹിക്ക് കഴിഞ്ഞു. പറയുമ്പോൾ റസൂൽ ആരാണ്, അവിടുത്തെ ഹെഡ് ഓഫ് ദി സ്റ്റേറ്റ് ആണ്. ഈ കാണുന്ന സ്വഹാബത്ത് മുഴുവൻ റസൂൽ എന്ത് ആജ്ഞാപിച്ചോ അത് ചെയ്യാൻ റെഡിയായി നിൽക്കുന്ന ഒരാളും കൂടിയാണ്. ആ ഒരു അവസ്ഥയിൽ അത്ര പവർ ഉണ്ടായിരിക്കുമ്പോഴും ഇത്രയും വിനയത്തോടെ ചെറിയ കുട്ടികളുടെ കാര്യത്തിൽ വരെ ഇടപെടാൻ റസൂലിന് കഴിഞ്ഞിരുന്നു എന്ന് മനസ്സിലാക്കണം. അതുപോലെ മറ്റൊരു അവസരത്തിൽ നമുക്ക് കാണാൻ പറ്റും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ സ്വഹാബത്തിൻ്റെ കൂടെ ജമാഅത്തായിട്ട് ഇങ്ങനെ നിസ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് അങ്ങനെ സുജൂദിലെത്തുമ്പോൾ സുജൂദ് ഒരുപാട് നീണ്ടു പോവാണ്.
അപ്പോൾ ഇന്ന് സ്വഹാബത്തുകളൊക്കെ സംശയിക്കും, എന്ത് പറ്റി ഇന്ന് സുജൂദ് സാധാരണത്തെക്കാളും നീളുന്നുണ്ടല്ലോ, എന്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സുജൂദിലായിട്ട് നിസ്കാരത്തിൻ്റെ ഇടയിൽ വഹി എന്തെങ്കിലും ഇറങ്ങിയോ, അതായിരിക്കും എന്നൊക്കെയുള്ള ഒരു സംശയത്തിന് ഇങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ സുജൂദിന് എണീറ്റു, ബാക്കി കഴിഞ്ഞു, അങ്ങനെ നിസ്കാരമൊക്കെ തീർന്നപ്പോൾ സ്വഹാബത്ത് ആ ഒരു സംശയം പിടിച്ചൊന്നുമില്ല. നേരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് ചെന്നിട്ട് പ്രകടിപ്പിക്കുകയാണ്, എന്ത് പറ്റി നബിയെ, എന്ന് സുജൂദ് സാധാരണത്തെക്കാളും നീളുന്നത് കണ്ടല്ലോ, എന്ത് വഹി എന്തെങ്കിലും ഇറങ്ങിയെന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണ്ടേ, അത് ഞാൻ നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഞാൻ സുജൂദിലായിക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ പേരക്കുട്ടിയായിട്ടുള്ള അസർ റളിയല്ലാഹു അൻഹു എൻ്റെ തോളത്ത് കയറി നിന്നു. അതുകൊണ്ട് അവനെ ഇറങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ച് കാത്തിരുന്നതാണ്. അവനെ ഞാൻ പെട്ടെന്ന് ഇറക്കി വെക്കണ്ടല്ലോ, അവൻ ഇറങ്ങുന്നത് വരെ കാത്തുന്നതുകൊണ്ടാണ് അത്ര നീണ്ടുപോയതെന്ന് പറയുന്നുണ്ട്. ആ ഒരു സംഭവം കണ്ടാൽ, അതായത് ഏതൊരു നേതാവിനുള്ള ഒരു പാഠമുണ്ട്. ഏതൊരു വലിയ ആൾക്കും ഒരു കുട്ടിയോട് എങ്ങനെ പെരുമാറണം, ഒരാളോട് എങ്ങനെ പെരുമാറണം എന്നുള്ളതിന് ഏറ്റവും നല്ല മാതൃക ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റുമല്ലോ. റസൂലുള്ളാഹിനെ കരുണയുടെ മകുടോദാഹരണമായിട്ട് നമുക്ക് പറയാൻ കഴിയും. നേരത്തെ പറഞ്ഞല്ലോ മാർസൽനാക്ക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ എന്നൊക്കെ. പക്ഷെ ഇതിനൊരു മറുവശം കൂടി ഉണ്ട്. റസൂലുള്ള എങ്ങനെയായിരുന്നു ജീവിച്ചിരുന്നതെന്നുള്ളതും കൂടി നമ്മൾ ശ്രദ്ധിക്കണം. റസൂലുള്ള പറഞ്ഞാൽ ജീവിതത്തിൻ്റെ തുടക്കം മുതൽ ജീവിതത്തിൻ്റെ വലിയൊരു ഘട്ടം വരെ ഒരു പുരുഷായുസ് മുഴുവൻ പറയാം, ഒരു പുരുഷായുസ് കൊണ്ട് അനേകം വർഷത്തെ യാതനകൾ മുഴുവൻ അനുഭവിച്ച് തീർത്ത ഒരു വ്യക്തിത്വം കൂടിയാണ്. റസൂലുള്ള ഭൂമിയിലേക്ക് വരുമ്പോൾ, റസൂലുള്ള ജനിച്ച് വീഴുമ്പം ഉപ്പയില്ല, യത്തീമാണ്. അതുപോലെ തന്നെ റസൂലുള്ള ഒരു 6 വയസ്സായപ്പം സ്വന്തം കൺമുന്നിൽ വെച്ചിട്ടാണ് ഉമ്മ ആമിന ബീവി വഫാത്താകുന്നത്. ഈ പിൽക്കാലത്ത് റസൂലുള്ള സഹാബത്തിനെ കൂട്ടി ആമിന ബീവിയുടെ ഖബർ സിയാറത്ത് ചെയ്യാൻ പോണ ഒരു രംഗമുണ്ട്. റസൂലുള്ള അങ്ങനെ പൊട്ടി കരഞ്ഞു പോവാണ്. കൂടെ നിൽക്കുന്ന സഹാബത്തും അതിനോടൊപ്പം തന്നെ ഇങ്ങനെ കരയുന്ന ഒരു രംഗമൊക്കെ നമുക്ക് ആ ഹദീസിൽ ഇങ്ങനെ കാണാൻ സാധിക്കും. ബക്കൻ നബി വബക്ക സഹാബ എന്നാണ് ആ ഹദീസിൽ പറയുന്നത്. അതുപോലെ തന്നെ പിന്നീട് റസൂലുള്ളാഹിനെ നോക്കിയത് പിതാമഹനായ അബ്ദുൽ മുത്തലിബാണ്. അബ്ദുൽ മുത്തലിബും അധികം കാലമൊന്നും ഉണ്ടായിട്ടില്ല. 8-ാം വയസ്സിൽ തന്നെ അബ്ദുൽ മുത്തലിബും വഫാത്താവുന്നുണ്ട്. റസൂലുള്ള അബ്ദുൽ മുത്തലിബിൻ്റെ ഖബറിനരികിൽ നിന്നിങ്ങനെ കരയുന്ന രംഗമൊക്കെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അത്തരത്തിൽ ഈ ഒരു യാതനകളൊക്കെ അനുഭവിച്ച് അങ്ങനെയാണ് റസൂലുള്ള എന്ത് ചെയ്യുന്നത്, നുബുവത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർക്കിടയിലേക്ക് ഇറങ്ങി വരുന്നതൊക്കെ ഇത്രയും യാതനകൾ അനുഭവിച്ചതിന് ശേഷമാണ്. ഈ ഒരു സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല വഹി മുഖേന നുബുവത്തൊക്കെ സ്ഥിരപ്പെടുത്തി, അങ്ങനെ അവസാനം കുടുംബത്തിൽ നിന്നും തുടങ്ങാൻ വേണ്ടി, ആദ്യമായിട്ട് കുടുംബത്തിൽ നിന്ന് പ്രബോധനം ചെയ്ത് തുടങ്ങാൻ വേണ്ടി പറയുന്നുണ്ട്. വഅൻദിർ അശീറതക്കൽ അഖ്റബീൻ എന്ന ആയത്ത് ഇറങ്ങിയതിന് ശേഷം കുടുംബക്കാരെ പ്രബോധനം ചെയ്യാൻ വേണ്ടിയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഫാ മലയുടെ മുകളിൽ കയറി നിന്നിട്ട് കുടുംബക്കാരെല്ലാവരെയും വിളിച്ചു കൂട്ടുന്നുണ്ട്. എന്നിട്ട് റസൂലുള്ള ചോദിക്കുകയാണ്, ഈ മലയുടെ ബാക്കിൽ നിന്ന് ഏതെങ്കിലും ഒരു സൈന്യം നിങ്ങൾ ആക്രമിക്കാൻ വരുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങളത് വിശ്വസിക്കുമെന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് ആ സദസ്സ് ഒന്നടങ്കം ഉറക്കെ പ്രഖ്യാപിക്കുകയാണ്, അൽ അമീനല്ലേ പറയുന്നത്, ഞങ്ങൾ ഉറപ്പായിട്ടും വിശ്വസിക്കുമെന്ന് പറയുന്നുണ്ട്. പക്ഷെ അത് കഴിഞ്ഞ ഉടനെ റസൂലുള്ള തൗഹീദിൻ്റെ വചനങ്ങൾ ഉച്ചരിക്കുകയാണ്, തൗഹീദിലേക്ക് ആളുകളെ ക്ഷണിക്കുകയാണ്. പക്ഷെ ഈ ഉറക്കെ പ്രഖ്യാപിച്ച ആ സമുദായം മുഴുവനായിട്ട് ഒറ്റയടിക്ക് നേരെ റസൂലുള്ളാഹിനെ തള്ളി പറയുകയാണ്. അതിൽ പ്രത്യേകമായിട്ട് നമ്മൾ എടുത്തു പറയേണ്ടത്, ഒരുപാട് കേട്ടതാണ്, അബൂലഹബ്, സ്വന്തം മൂത്താപ്പയായിട്ടുള്ള അബൂലഹബ്, തബ്ബല്ലക യാ മുഹമ്മദ്, ഇതിനാണോ നിങ്ങൾ ഞങ്ങളെ വിളിച്ചു വരുത്തിയത് എന്ന് പറയുന്ന ആക്ഷേപിക്കുന്നൊരു സന്ദർഭമുണ്ട്. അതിനുശേഷം തന്നെ അബൂലഹബിൻ്റെ 2 മക്കൾ, റസൂലുള്ളാഹിൻ്റെ 2 മക്കളെ വിവാഹം ചെയ്തിട്ടുണ്ടായിരുന്നു. ആ 2 മക്കളും തൊലാക്ക് ചെയ്യപ്പെട്ട് വീട്ടിൽ വന്നിരിക്കുകയാണ്. ഒരു പിതാവ് അനുഭവിക്കുന്ന ഏറ്റവും വലിയ വേദന, പിതാവ് എന്നുള്ള നിലക്കും അതുപോലെ തന്നെ തൻ്റെ കുടുംബക്കാർ മുഴുവൻ ഒരു സത്യം പറഞ്ഞതിൻ്റെ പേരിൽ തള്ളി പറഞ്ഞു. അതുപോലെ തന്നെ തൻ്റെ 2 മക്കളെ തൊലാക്ക് ചെല്ലപ്പെട്ടിട്ട് വീട്ടിലേക്ക് വന്നിരുത്തുന്ന ഒരു അവസ്ഥ വളരെ വേദനാജനകമാണെന്ന് നമുക്ക് മനസ്സിലാകും. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ പ്രബോധനം തുടങ്ങിയിട്ട് തുടക്കത്തിന് മാത്രമല്ല, പിന്നീടുള്ള ഓരോ ദിവസവും, ഓരോ മാസങ്ങളും, ഓരോ വർഷങ്ങൾ കഴിയുമ്പോഴും നബി തങ്ങൾക്ക് നേരെയുള്ള അക്രമങ്ങളും അതിക്രമങ്ങളും കൂടല്ലാതെ കുറയുന്നില്ല. എത്രത്തോളം എന്ന് വെച്ചാൽ ഏകദേശം ഒരു 10 വർഷത്തോളം കഴിഞ്ഞപ്പോൾ മക്ക നിവാസികൾ മൊത്തം, മക്ക മുശ്രിക്കുകൾ മൊത്തം എന്ത് ചെയ്യാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും അവിടുത്തെ വിശ്വസിച്ചിട്ടുള്ള അനുയായികളെ ഉണ്ടല്ലോ അതെല്ലാം കൂടി ഉപരോധിച്ചാണ്ട് അബൂ താലിബിൻ്റെ ഒരു മലഞ്ചെരുവിലേക്ക് ഒതുക്കി കൂട്ടാണ്. എന്നിട്ട് നമ്മൾ ചരിത്രത്തിലൊക്കെ കാണാൻ പറ്റും, ഷെയ്ബ് അബൂ താലിബിൻ്റെ ആ ഒരു ചരിത്രം ഉണ്ടല്ലോ. അങ്ങനെ അവിടെ കഴിക്കാൻ ഭക്ഷണമൊന്നും ഇല്ലാതെ അവിടെ ഉണ്ടായിരുന്ന പച്ചിലകൾ വരെ തിന്ന് ജീവിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവുന്നുണ്ട്. പിന്നെ ആരെങ്കിലുമൊക്കെ എവിടുന്നേലൊക്കെ ഒരു റൊട്ടി കഷ്ണം എന്തെങ്കിലും കിട്ടിയാൽ ആ ഒരു കഷ്ണം കൊണ്ട് ഒരുപാട് പേര് വിശപ്പടക്കാൻ ശ്രമിക്കുന്നൊക്കെ ഒരു സംഭവം. എത്രത്തോളം എന്ന് വെച്ചാൽ അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെ തങ്ങളുടെ കൂടെ ആരൊക്കെ ഉണ്ട്, ഖദീജ ബിയൊക്കെ ഉണ്ട്. ഖദീജ ബി എന്നൊക്കെ പറഞ്ഞാൽ ആരാണ്, ഒരു കാലത്ത് മക്കയിലെ ഏറ്റവും നല്ല കോടീശ്വരി, ഏറ്റവും നല്ല കച്ചവടക്കാരിയൊക്കെ ആയിട്ട് ഏറ്റവും നന്നായിട്ട് ജീവിക്കാൻ കഴിഞ്ഞിരുന്ന ഒരാൾ. ആ മഹദി വരെ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഈ പട്ടിണിയിലായിട്ട് ജീവിക്കുന്നുണ്ട്. അപ്പോൾ ഒരിക്കൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചരിത്രത്തിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭാഗത്ത് ഇങ്ങനെ മാറി നിന്ന് കരയുന്നത് കാണുമ്പോൾ ഖദീജ ബീവി വന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി നബിയെ, ഇന്നെന്താ നിങ്ങളെന്തിനാ കരയുന്നത്, എന്താ പ്രശ്നം എന്താണെന്ന് ചോദിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ കരച്ചിലിൻ്റെ ആദ്യം തന്നെ പറയുന്നുണ്ട്, ഖദീജ ഞാൻ നിന്നെ ഓർത്തിട്ടാണ് കരയുന്നത്. നീ ഒരുപാട് നല്ല കുടുംബത്തിൽ നല്ല രീതിയിൽ ജീവിച്ച ഒരാളായിരുന്നില്ലേ, സത്യം വിശ്വസിച്ചതിൻ്റെ പേരിൽ എനിക്കിന്നിപ്പോൾ എൻ്റെ കൂടെ പട്ടിണി കിടക്കേണ്ടി വന്നല്ലോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബീവിയോട് പറയുന്നുണ്ട്. അത്രയും കഷ്ടതകൾ അനുഭവിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു കാലത്ത്. അങ്ങനെ ഒരിക്കൽ ആയിഷ ബീവി നബിയോട് ചോദിക്കണ്ടല്ലോ, നബിയെ നിങ്ങളെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചത് ഉഹുദല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നബി പറയും ഉഹുദല്ല, തോയിഫാണെന്ന് പറയും. തോയിഫൊക്കെ നബി പോയ രംഗം നമുക്ക് എല്ലാവർക്കും അറിയാലോ. ആമുൽ ഹുസ്നി, അബൂ ത്വാലിബും ഖദീജ ബീവിയൊക്കെ വഫാത്തായി. മക്ക മുശ്രിക്കീങ്ങൾക്ക് നബിനെ ആക്രമിക്കാൻ ഒന്നും കൂടി സൗകര്യമായി. അങ്ങനെ തോയിഫൊക്കെ പോയൊക്കെ അവിടെ കുടുംബക്കാരൊക്കെ ഉണ്ടാവും. തോയിഫ് എങ്ങനെയാണ് നബിനെ സ്വീകരിച്ച്? കല്ലുകൾ കൊണ്ടാണ് തോയിഫ് നബിനെ സ്വീകരിച്ചത് അല്ലേ. കുട്ടികളെ കൊണ്ടൊക്കെ കല്ലെറിയിപ്പിച്ച് ഭ്രാന്താന്ന് വരെ കുട്ടികൾ വിളിപ്പിച്ച്. അങ്ങനെ ലാസ്റ്റ് അവശനായി നബി പോയി ദുആ ചെയ്യുന്നുണ്ട്. അപ്പോൾ ജിബ്രീൽ ഇറങ്ങി വന്ന് നബിയോട് ചോദിക്കും, നബിയെ നിങ്ങൾ സമ്മതം തരികയാണെങ്കിൽ ഈ 2 മലകൾക്കിടയിൽ ഇട്ടിട്ട് ഈ സമുദായത്തെ ഞാൻ നശിപ്പിച്ചോളാം. അപ്പോൾ നബി പറയും, ഇതിലേറൊക്കെ നല്ലത് അവരിൽ നിന്നോ അല്ലെങ്കിൽ അവിടെ മക്കളിൽ നിന്നോ ഒരാളെങ്കിലും അള്ളാനെ ആരാധിക്കണ ഒരാളെങ്കിലും ഉണ്ടാവണമല്ലേ എന്ന് ചോദിക്കും. ഇങ്ങനെ കുറേ ബുദ്ധിമുട്ടുകളൊക്കെ പേറി അവസാനം നബിക്ക് ഹിജറ പോകേണ്ടി വരുന്നുണ്ട്. ഹിജ്റയുടെ സംഭവം പറയുമ്പോൾ ഈ ഹിജ്റ എന്ന് പറഞ്ഞാൽ ഒരു നാട്ടിൽ നിന്ന് വേറെ നാട്ടിലേക്കുള്ള ഒരു യാത്ര മാത്രമല്ല, ശരിക്കും ഒരു നമ്മൾ ഹൃദയം പറിച്ചിടുന്നത് പോലെയാണ്. നമ്മൾ തന്നെ ഒന്ന് ആലോചിച്ചാൽ സ്വന്തം നാട് ഉപേക്ഷിച്ച് വേറെ നാട്ടിലേക്ക് പോകുക പറഞ്ഞാൽ ഭയങ്കര, കുടുംബക്കാരൊക്കെ ഉപേക്ഷിച്ച് പോകുന്ന ഭയങ്കര സങ്കടമുള്ള കാര്യമല്ലേ. പക്ഷേ ഈ അറബികളെ സംബന്ധിച്ചിടത്തോളം അതിനേക്കാളും കഷ്ടമായിരുന്നു. അവർ പറഞ്ഞാൽ സ്വന്തം നാടിനോട് അല്ലെങ്കിൽ സ്വന്തം കബീലയോടൊക്കെ അഗാധമായ ഒരു കൂറ് പുലർത്തുന്ന ഒരു സമുദായമാണ്. നമുക്ക് തന്നെ അറിയാം, ഈ ബാസോസ് യുദ്ധത്തിനെ കുറിച്ച് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അഥവാ ഒരു ഗോത്രത്തിലെ ഒരു ഒട്ടകം അപ്പുറത്തെ ഗോത്രക്കാരൻ്റെ ഒരു പറമ്പിൽ കയറിയതിൻ്റെ പേര് 40 വർഷത്തോളം യുദ്ധം ചെയ്ത പാരമ്പര്യമുള്ളൊരു സമുദായമാണ്. അത്രക്കും നാടിനോടും അതുപോലെ തന്നെ കബീലയോടും കൂറുള്ള ആൾക്കാരാണ്. ഈ നാട്ടിൽ നിന്ന് പോകേണ്ടി വരിക എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര, റസൂലിനെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര സങ്കടം നേരിടുന്ന ഒരു സമയമാണ്. റസൂലിന് മാത്രമല്ല മുസ്ലിങ്ങൾ മൊത്തത്തിൽ ഭയങ്കര സങ്കടം നേരിടുന്ന ഒരു സമയമാണ്. റസൂലിന് തന്നെ തുടക്കകാലത്തെ ചരിത്രത്തിൽ, നുബുവത്ത് കിട്ടിയ ഉടനെയുള്ള ചരിത്രത്തിൽ നമുക്ക് കാണാം, റസൂല് ഈ ഒരു ജിബ്രീലിൻ്റെ അടുത്ത് വഹയൊക്കെ കിട്ടിയപ്പോൾ ഇതെന്താണെന്ന് മനസ്സിലാകാതെ വീട്ടിലേക്ക് വരുന്നുണ്ട്. എന്നിട്ട് ഖദീജ ബീവിയോട് സംഭവം പറയുമ്പോൾ ഖദീജ ബീവി പറയുന്നുണ്ട്, എൻ്റെ കുടുംബത്തിൽ എൻ്റെ അറിവിലൊരു പുരോഹിതനുണ്ട്, വറഖത്ത് ബിൻ നൗഫൽ എന്നുള്ള പേരുള്ള. അദ്ദേഹത്തിന് പഴയകാല കിതാബുകളിലൊക്കെ നല്ല അറിവുള്ള ഒരാളാണ്, പഴയകാല ഗ്രന്ഥങ്ങളിലൊക്കെ നല്ല അറിവുള്ള ഒരാളാണ്. നമുക്ക് അദ്ദേഹത്തെ ഒന്ന് പോയി കണ്ടു നോക്കാം, അദ്ദേഹത്തിന് ഇതിൽ എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് അറിയാമെന്ന് പറയും. അങ്ങനെ റസൂലും ഖദീജ ബീവിയും കൂടി ഇവിടേക്ക് പോവാണ്, വറഖത്ത് ബിൻ നൗഫലിൻ്റെ അടുത്തേക്ക് പോവാണ്. വറഖത്ത് ബിൻ നൗഫലിൻ്റെ അടുത്ത് എത്തി കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് കൊടുക്കുമ്പോൾ വറഖത്ത് ബിൻ നൗഫൽ പറയും, മുൻകഴിഞ്ഞ കിതാബുകളൊക്കെ വെച്ചിട്ട് മനസ്സിലാക്കിയെടുത്തോളം ഇനി വരാനിരിക്കുന്ന, അതിലൊക്കെ വരാനിരിക്കുന്ന പ്രവാചകൻ നിങ്ങളാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നിങ്ങൾക്ക് സന്ദേശമായിട്ട് വന്ന മാലാഖ ജിബ്രീൽ എന്ന മാലാഖയാണ്. അതുപോലെ തന്നെ നിങ്ങൾ സത്യം പ്രചരിപ്പിച്ചുകൊണ്ട് സത്യത്തിൻ്റെ പ്രബോധനത്തിന് വേണ്ടി ഈ നാട്ടിലിറങ്ങുമ്പോൾ ഈ നാട്ടുകാർ മൊത്തം നിങ്ങൾ ആട്ടി പുറത്താക്കും. അന്ന് ഞാൻ ജീവിച്ചിരിപ്പുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ കൂടെ നിൽക്കുമെന്ന് പറയുന്നുണ്ട്. ഇത് ശരിക്ക് അവിടെ വളരെ ഗൗരവമേറിയ ഒരുപാട് വിഷയങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്. റസൂല് ഏറ്റവും ആദ്യം വറഖത്ത് ബിൻ നൗഫലിനോട് തിരിച്ചു ചോദിക്കുന്ന ഒരു ചോദ്യം എന്താണെന്ന് വെച്ചാൽ, അവ മുഖ്രിജിയവും, അവരെന്നെ പുറത്താക്കുന്നോ? റസൂലിനെ അതുകൊണ്ട് ഉൾക്കൊള്ളാൻ കഴിയണില്ല. കാരണം മക്കത്തെ ഏറ്റവും ഉന്നത കുടുംബത്തിൽ ഏറ്റവും ഉന്നത സന്താന പരമ്പരയിൽ വന്നിട്ടുള്ള ഒരാളാണ് റസൂലുള്ളാഹ്. എന്ന് മാത്രമല്ല റസൂലുള്ളാഹിന്റെ വിശ്വസ്തത കാരണം ചെറുപ്പകാലം മുതലേ അൽ-അമീൻ എന്നാണ് നാട്ടുകാർ മുഴുവൻ വിളിച്ചിരുന്നത്, മക്കാർ മുഴുവൻ വിളിച്ചിരുന്നത്. അവരുടെ ഏറ്റവും വിശ്വസ്തനായ ഒരാളാണ് റസൂലുള്ളാഹ്. എന്നെ അവർ പുറത്താക്കുന്നാണ് അവർ പറയുന്നതെന്ന് പറയുന്നത്. ഈ വിശ്വസ്ത തന്നെ നമുക്ക് കാണാം. ഹിജ്റ പോകാൻ സമയത്ത് റസൂലുള്ളാഹ് ആ ശത്രുക്കൾ വീട് വളയുന്നൊരു സന്ദർഭം ഉണ്ടല്ലോ, ആ സന്ദർഭത്തിൽ അവർക്കിടയിലൂടെ റസൂലുള്ളാഹ് രക്ഷപ്പെട്ടു പോകുന്ന സമയത്ത് പോലും അലി റളിയല്ലാഹുവിനോട് പറയുന്നുണ്ട്, ആ സമയത്ത് പോലും മക്കത്തെ പല ഉന്നത പ്രമുഖന്മാരുടെയും സൂക്ഷിപ്പ് സ്വത്ത് റസൂലുള്ളാഹിന്റെ കയ്യിലുണ്ട്, അവരെ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചത്. ആ ഒരു വിശ്വസ്തതയുണ്ടോ എന്നോട് സൂചിപ്പിക്കുന്നത്. എന്നിട്ട് അലി റളിയല്ലാഹുവിനോട് പോകുമ്പോഴും പറയുന്നുണ്ട്, അലിയെ ഈ അമാനത്ത് സ്വത്തൊക്കെ തിരിച്ചു കൊടുത്തിട്ട് നീ മദീനത്തേക്ക് പോരാ വിട്ടോ എന്ന് പറയുന്നുണ്ട്.
അത്രക്കും ഒരു വിശ്വസ്തനായിരിക്കുന്ന അത്രക്കും സമ്മതനായ റസൂലുള്ള അവരെന്നെ പുറത്താക്കുമോ എന്ന് ചോദിച്ചിട്ട് അങ്ങനെ ഒരു ഭയങ്കര സങ്കടം പ്രകടിപ്പിക്കുന്നൊരു ഇത് നമുക്ക് രേഖപ്പെടുത്തിയത് കാണാം. പിന്നെ ഹിജ്റ പോകുന്ന രംഗമൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. റസൂലുള്ള മദീന മക്കയുടെ വടക്ക് ഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത്. റസൂലുള്ള ഹിജ്റ പോകുന്ന ത്വരീഖുൽ ഹിജ്റൊക്കെ നോക്കി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. തെക്ക് ഭാഗത്താണ് സൗർ ഗുഹ ഉള്ളത്. സൗർ ഗുഹയിൽ പോയി താമസിക്കുന്നുണ്ടല്ലോ. അപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ വീട്ടിൽ നിന്ന് അവർ ഒട്ടകവും കാര്യങ്ങളൊക്കെ സജ്ജമാക്കിയിട്ട് അവർ നേരെ പോകുന്നത് തെക്ക് ഭാഗത്ത് മക്കയുടെ തെക്ക് ഭാഗത്തായ സൗറിലേക്കാണ് ആദ്യം പോകുന്നത്. അങ്ങനെ ആ പോകുന്ന രംഗമൊക്കെ രാത്രി ആരും കാണാതെ ആ സമയത്ത് സൗറിൽ പോയ ആളുകൾക്ക്, ഉംറക്കൊക്കെ പോയ ആളുകൾക്ക് മനസ്സിലാക്കാൻ കഴിയും. സൗറ് പറഞ്ഞാൽ ഭയങ്കര നല്ല കുന്നാണ്. ഒരുപാട് സമയം എടുത്ത് നല്ല കഷ്ടപ്പാടുള്ള 53 വയസ്സായ പ്രവാചകനും കൂടെ സാഹിബായ സിദ്ദീഖ് റളിയല്ലാഹുവിനുമാണ് ആ ഒരു മല കയറുന്നത് എന്ന് നമ്മൾ ആലോചിക്കണം. അത്രയും ത്യാഗം സഹിച്ചിട്ട് റസൂലുള്ളാഹിയും സിദ്ദീഖ് എന്നവർ അവിടെ എത്തുന്നുണ്ട്. അങ്ങനെ അവിടെ എത്തിയതിന് ശേഷം സിദ്ദീഖ് റളിയല്ലാഹുവിനു ഭയങ്കര പേടിയുണ്ടായിരുന്നു. കാരണം ശത്രുക്കൾ വരുമോ പിടിക്കുമോ എന്നുള്ള ആ ഒരു പേടിയുണ്ടായിരുന്നു. അങ്ങനെ ശത്രുക്കൾ അവിടെ എത്തുകയാണ്. അവസാനം തപ്പിപ്പിടിച്ച് അവിടെ എത്തുകയാണ്. അവസാനം ഇവർ നിൽക്കുന്ന സൗർ ഗുഹയുടെ മുകളിലായിട്ട് അവർ അവിടെ വരെ എത്തി. അങ്ങനെ അവസാനം സിദ്ദീഖ് റളിയല്ലാഹുവിനു ചോദിക്കുന്നുണ്ട്, റസൂലേ, അവരെങ്ങാനും അവരുടെ കാൽപാദങ്ങളിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ കാണൂലേ എന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് റസൂലുള്ള ധൈര്യം കൊടുത്തുകൊണ്ട് പറയുകയാണ്, മാ ബാലുക ബിസ്നാനി വല്ലാഹു സാലിസുഹുമ. എന്തിനാണ് പേടിക്കുന്നത്, നമ്മുടെ കൂടെ അള്ളാഹ് ഇല്ലേ എന്നുള്ള ആ ഒരു ധൈര്യം പകർന്നു കൊടുക്കുന്ന ആ ഒരു സംഭവം. പിന്നെ ഹിജ്റയിലുടനീളം നമുക്ക് ഒരുപാട് കഷ്ടപ്പാടുകൾ റസൂലുള്ള സഹിച്ചതായിട്ട് കാണാൻ പറ്റും. പിന്നെ ഈ ഒരു സൗർ ഗുഹയിൽ തങ്ങിയതിനെക്കുറിച്ച് ഖുറാനിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഇത് അഖ്റജഹുല്ലദീന കഫറു സാനിയ സ്നൈനി ഇദ് ഹുമാ ഫിൽ ഗാരി ഇദ് യഖൂലു ലിസ്വാഹിബിഹി ലാ തഹ്സൻ ഇന്നല്ലാഹ മാന. റസൂലുള്ള സ്വാഹിബായ സിദ്ദീഖ് എന്നവരോട് പറയാണ്, ലാ തഹ്സൻ ഇന്നല്ലാഹ മാന, അള്ളാഹു നമുക്ക് കൂടെയുണ്ട്, നമ്മൾ എന്ത് സത്യമാണ് എന്ന് ഉറപ്പുള്ളതുകൊണ്ടാണല്ലോ റസൂലുള്ള അത്രയും ഈ ഒരു ദൗത്യത്തിന് വേണ്ടി ഇറങ്ങിയത്. അപ്പോൾ അള്ളാഹ് നമ്മുടെ കൂടെയുണ്ട് എന്നുള്ളത് തൻ്റെ സ്വാഹിബിന് ധൈര്യം പകർന്നു കൊടുക്കുന്ന റസൂലുള്ളാഹിനെ നമുക്ക് അവിടെ കാണാൻ കഴിയും. ഇത്രയും നമ്മൾ പറഞ്ഞല്ലോ, ഒരുപാട് യാതനകൾ അനുഭവിച്ചിട്ടുണ്ട് എന്നുള്ളത്. ഈ യാതനകളൊക്കെ അനുഭവിക്കുമ്പോൾ റസൂലിന് ഏറ്റവും അന്ന് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ, അല്ലെങ്കിൽ പ്രബോധനം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഏറ്റവും വലിയ ഒരു ഊർജ്ജം എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ്. ലാ തഹ്സൻ ഇന്നല്ലാഹു മഅനാ എന്നുള്ളത് തന്നെ. അള്ളാഹ് കൂടെ ഉണ്ട് എന്നുള്ളതാണ്. നമുക്ക് തന്നെ അറിയാം, അള്ളാഹു സുബ്ഹാനഹു വ തആല തന്നെ റസൂലിൻ്റെ മനസ്സിൽ ഉദിക്കുന്ന പല കാര്യങ്ങളിലും, അതായത് മനസ്സിൽ വരുന്ന വിഷമങ്ങൾക്ക് വരെ മറുപടികൾ ഇങ്ങനെ അയക്കുന്നത്, വഹിയായിട്ട് വരുന്നത് നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയും. ഏറ്റവും വലിയൊരു സംഭവമാണ് ഹിജ്റ പോകുന്ന സമയത്ത് തന്നെ റസൂൽ ഇങ്ങനെ മക്കത്ത് ഇങ്ങനെ ഇറങ്ങിയിട്ട് അവസാനം കഅബയുടെ നേർക്ക് ഇങ്ങനെ ഒരു നോട്ടം നോക്കുന്നുണ്ട്. കണ്ണുകളോടെ റസൂൽ ഇങ്ങനെ നോക്കുമ്പോൾ മനസ്സിങ്ങനെ വിങ്ങി പൊട്ടാണ്. ഈ നാട് വിട്ട് പോവാണല്ലോ എന്നുള്ളത് കഅബയുടെ നേർക്ക് ഇങ്ങനെ നോക്കുമ്പോൾ അപ്പം വഹി ഇറങ്ങുന്നുണ്ട്. ഇന്നല്ലദീ ഫർള അലൈക്കൽ ഖുർആന റാദ്ദൂക ഇലാ മആദ് എന്ന് പറഞ്ഞിട്ട്. അഥവാ നിങ്ങളുടെ മേലെ ഈ ഖുർആൻ തന്ന അള്ളാഹു തആല പറയാണ്, നിങ്ങൾക്ക് നാം വാഗ്ദാനം തരാണ്, ഈ നാട് ഒരിക്കലും എന്ത് ചെയ്യും, നിങ്ങൾക്ക് തന്നെ തിരിച്ചു തരുമെന്ന് ഇത് പറഞ്ഞു. ഈ ഫത്ഹ് മക്കയെ കുറിച്ചുള്ള ഒരു സൂചനയാണെന്നൊക്കെ പറയാറുണ്ട് ഈ ഒരു സംഭവം. അതുപോലെ സൂറത്തുൽ ദുഹ നോക്കുകയാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരുപാട് പ്രയാസപ്പെട്ടിരിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കുന്ന ഒരു സൂറത്താണ്. അത് ഏതവസ്ഥയിലെന്ന് വെച്ചാൽ തങ്ങൾ ഈ മക്ക മുശ്രിക്കുകളൊക്കെ ഒരുപാട് ഇസ്ലാമിൻ്റെ ദഅവത്തിലേക്ക് ഇങ്ങനെ ക്ഷണിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു കാലത്ത് പെട്ടെന്ന് അങ്ങ് വഹി നിൽക്കുകയാണ്. എത്രയായിട്ട് വഹി വരുന്നില്ല. ഓൾറെഡി എല്ലാവരും ഇങ്ങനെ കളിയാക്കുന്നത് കൊണ്ടിരിക്കുന്നുണ്ട്. പെട്ടെന്ന് വഹിയും കൂടി വരാതായപ്പോൾ ഒന്നും കൂടി കൂടുകയാണ്. ഓരോ കാഫിര്യങ്ങളും മക്ക മുശ്രിക്കുകളൊക്കെ എടുത്തു വന്നിട്ട്, അല്ല മുഹമ്മദേ, എന്താ എൻ്റെ റബ്ബന്നെ ഒഴിവാക്കി പോയോ, ഇപ്പോൾ പുതിയ സാധനങ്ങളൊന്നും വരലില്ലേ എന്നൊക്കെ ഓരോന്നിങ്ങനെ കളിയാക്കി വന്നപ്പോൾ ആ ഒരു സമയത്ത് തങ്ങൾ കൂടുതൽ വിഷമിച്ചിരിക്കുമ്പോഴാണ് ഈ സൂറത്ത് തങ്ങൾക്ക് ഇറക്കപ്പെടുന്നത്. ഒല്ലുഹ വല്ലൈലി ഇദാ സജ എന്ന് പറഞ്ഞിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല തങ്ങളോട് പറയണ്ടേ, ഉമ്മാ വദ്ദാക റബ്ബുക വമാ ഖല. നബിയെ, അങ്ങനെ ഞാൻ ഒഴിവാക്കിയിട്ടില്ല, അങ്ങയുടെ കൂടെ ഇപ്പോഴും ഞാൻ ഉണ്ടെന്ന് പറഞ്ഞിട്ട് പിന്നെ ഇങ്ങനെ പറയണ്ടേ, അലം യജിദ്ക യതീമൻ ഫാവ വജദക ളാലൻ ഫഹദ വജദക ആയിലൻ ഫഗന. എന്നിങ്ങനെ ഓരോ ആയത്തിലും നബിതങ്ങൾക്ക് പണ്ടുണ്ടായിരുന്ന ഓരോ ബുദ്ധിമുട്ടുകൾ മാറ്റി കൊടുത്തല്ലോ, എന്നൊക്കെ ഞാൻ അങ്ങയുടെ കൂടെ ഉണ്ടായിരുന്നില്ലേ. അതുപോലെ ഇനിയും നബിയെ, നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല, അവർ കളിയാക്കുന്നത് നോക്കേണ്ട ആവശ്യമില്ല, ഞാൻ ഇനിയും നിങ്ങളെ സഹായിക്കാനുണ്ടാവും എന്ന് പറഞ്ഞുകൊണ്ട് സമാധാനിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ റസൂലുള്ളാഹിൻ്റെ മനസ്സിലുള്ള ഒരു ആഗ്രഹങ്ങൾ വരെ നിറവേറ്റി കൊടുത്ത് നമുക്കിങ്ങനെ കാണാൻ സാധിക്കും. ഈ റസൂലുള്ളാഹി ദുആ ചെയ്തിട്ട് പോലും ഇല്ല. നമ്മൾ ഈ ഖിബ്ല പറയാറുണ്ടല്ലോ, അന്ന് ആദ്യകാലത്തൊക്കെ ഖിബ്ല പറഞ്ഞാൽ നമ്മളെ ജെറുസലേമിലെ ബൈത്തുൽ മുഖദ്ദസാണ്. റസൂലുള്ളാഹി നിസ്കരിച്ചിരുന്ന ബൈത്തുൽ മുഖദ്ദസിലേക്ക് തിരിഞ്ഞിട്ട് തന്നെയാണ്.
പക്ഷെ റസൂലുള്ളാഹിക്ക് അതിയായ ആഗ്രഹമുണ്ട്, മനസ്സിലിങ്ങനെ ആഗ്രഹമുണ്ട് കിബിലൊന്ന് കാബയിലേക്കാക്കി മാറ്റി കിട്ടണമെങ്കിൽ എന്നുള്ള. പലപ്പോഴും ഇങ്ങനെ നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ റസൂലിങ്ങനെ ആകാശത്തേക്ക് ഇങ്ങനെ നോക്കും, വഹിയേറ്റ് വരുന്നുണ്ടോ, കിബില മാറ്റിയിട്ട് വഹിയേറ്റ് വരുന്നുണ്ടോ എന്നുള്ളതൊക്കെ ഇങ്ങനെ റസൂലുള്ള നോക്കുന്നുണ്ട്. ഇത് ഇത് എന്താണ് ഖുർആൻ അങ്ങനെ തന്നെ പറയുന്നുണ്ട്, ഖദ് നറാ തഖല്ലുബ വജ്ഹിക ഫിസ്സമായി ഫലനുവല്ലിയന്നക ഖിബ്ലതൻ തർലാഹ എന്ന് പറഞ്ഞത്. ഫവല്ലി വജ്ഹക ഷത്റൽ മസ്ജിദിൽ ഹറാം എന്ന് പറയുന്നുണ്ട്. അതാ എന്താണ് റസൂലേ നിങ്ങളിങ്ങനെ ആശയോട് കൂടി ആകാശത്തേക്ക് നോക്കണത് നമ്മൾ കാണുന്നുണ്ട്. നിങ്ങളെ ആഗ്രഹം പോലെ ഇനി കഅബ നിങ്ങൾക്ക് കിബിലയാക്കി തരാം എന്ന് തന്നെ പറയുന്നത്. അപ്പോൾ റസൂലിൻ്റെ ഉള്ളിലുള്ളൊരു ആഗ്രഹം ഒന്ന് ദുആ ചെയ്തിട്ട് പോലും ഇല്ല, ആഗ്രഹത്തോടെ ഇങ്ങനെ ആകാശത്തേക്ക് നോക്കിയപ്പോഴത്തേക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താണ് അത് നിറവേറ്റി കൊടുക്കുന്നതാണ് നമ്മൾ കണ്ടത്. ഒരു നബി നല്ല വിനയമുള്ള ഒരാളാണ്, അതേപോലെ ഹയാവുണ്ട്. അപ്പോൾ താൻ ബഹുമാനിക്കപ്പെടണം അതൊന്നും നബി ആഗ്രഹിക്കുന്നുണ്ടാവില്ല. പക്ഷെ അവിടെ അള്ളാഹു പറയുന്നുണ്ട്, ലാ തർഫഉ അസ്വാത്തക്കും ഫൗക സൗത്തിൻ നബി, നിങ്ങളാരും നബിൻ്റെ മേലെ ശബ്ദം ഉയർത്തി സംസാരിക്കരുത്. അതേപോലെ നിങ്ങൾ പരസ്പരം നിങ്ങളുടെ ഇടയിൽ പേര് വിളിച്ച് പറയണ പോലെ നിങ്ങൾ നബിനെ പേര് വിളിക്കാൻ പാടില്ല. കാരണം പടച്ചോൻ പോലും നബിനെ യാ മുഹമ്മദ് ഉപയോഗിച്ചിട്ടില്ല, സ്നേഹം കൊണ്ട് ഉപയോഗിച്ചിട്ടില്ല. മറ്റ് യാ യുൽ മുസമ്മിൽ, യാ യുൽ നബി അങ്ങനെ വിളിച്ചിട്ടില്ല. ബാക്കി യാ മൂസ, യാ യഹ്യ, യാ സക്കരിയ അങ്ങനെ കൊണ്ട് അള്ളാഹു പോലും നബിനെ യാ മുഹമ്മദ് വാക്ക് അള്ളാഹു വിളിച്ചിട്ടില്ല. അള്ളാഹ് ഒരു ഹുബ് കൊണ്ടാണ്. അതുപോലെ തന്നെ സൂറത്തുൽ അഹ്സാബിൽ ഒരു ഭാഗത്ത് ഇങ്ങനെ യാ അയ്യുഹല്ലദീന ആമനൂ ലാ തദ്ഖുലൂ ബുയൂത്തൻ നബി ഇല്ലാ യുഅ്ദന ലക്കും ഇലാ ത്വആമിൻ ഗൈറ നാദിരീന ഇനാഹു വലാകിൻ ഇദാ ദുഈതും ഫദ്ഖുലൂ ഫഇദാ ത്വഇംതും അങ്ങനെ പറഞ്ഞു വരുന്നുണ്ട്. അപ്പം എന്തേത് റസൂലുള്ളാഹിൻ്റെ വീട്ടിലേക്ക് അനുവാദം ഇല്ലാതെ നിങ്ങൾ കയറി ചെല്ലരുത്, റസൂല വിളിച്ചിട്ടല്ലാതെ അവിടെ ഭക്ഷണം കഴിക്കാൻ വരിക. കാരണം റസൂൽ പറഞ്ഞാൽ എന്താണ് അവിടുത്തെ സെൻറ്റർ ഓഫ് ഫോക്കസ് ആണ്, എല്ലാവരും അങ്ങോട്ടാണ് വരിക. അപ്പം ഇവരിങ്ങനെ വരുമ്പോൾ റസൂലിന് എന്തുണ്ട് ബുദ്ധിമുട്ടുണ്ട്, പക്ഷെ റസൂൽ അത് ആരോടും പറയില്ല. അത് ഖുർആൻ അങ്ങനെ തന്നെ എടുത്ത് പറയുന്നുണ്ട്, ഇന്ന ദാലിക്കും കാന യുദിൻ നബി ഫയസ്തഹി മിൻകും, റസൂലുള്ളാഹിക്ക് അത് ബുദ്ധിമുട്ടാവുന്നുണ്ട് പക്ഷെ റസൂൽ ഹയാ കൊണ്ട് നിങ്ങളോട് പറയാത്തതാണെന്ന് പറയുന്നത് ആരാ? അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് പറഞ്ഞത്. റസൂലിന് അത് ബുദ്ധിമുട്ടാവുന്നുണ്ട്, നിങ്ങളതൊന്ന് ശ്രദ്ധിക്കണമെന്ന് റസൂൽ ഹയാ കൊണ്ട് അത് പറയുന്നില്ല എന്നുള്ളതാണ്. ഹുബിൻ്റെ പാട്ടായാലും കൽബിൻ്റെ കോലായിൽ കിനാവിൻ്റെ മിഹ്റാബിൽ മരുപക്ഷി മദീനത്തെ മദ്ഹ് പാടി, തോരാത്ത മഴയത്തും മോഹത്തിൻ കന്നാസിൽ മദീനത്തെ നിലാവിൻ്റെ ഒളികൾ ലംഘി, ഓരത്തോടൊഴുകുന്ന അരുവിയും പാടി മദീനത്തെ മലർ തോപ്പിൽ ഒഴുകാൻ മോഹം. ഹുബിൻ്റെ കഥകൾ പറയുമ്പോൾ, പ്രത്യേകിച്ച് സഹാബത്തിനും ശേഷം വന്ന താബികളുടെയൊക്കെ ഹുബിൻ്റെ കഥകൾ പറയുമ്പോൾ അതിൽ റസൂലുള്ള ജീവിച്ച മദീനയിൽ റസൂലുള്ളാഹിൻ്റെ വഫാത്തിന് ശേഷം ജീവിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് നാട് വിട്ടു പോയ ബിലാൽ റളിയല്ലാഹുവിൻ്റെ കഥയുണ്ട്. അതുപോലെ തന്നെ റസൂലുള്ള അന്തിയിറങ്ങുന്ന ഈ മണ്ണ് വിട്ട് ഞാനെങ്ങാനും ഹജ്ജിന് പോയിട്ട് അവിടെ നിന്നെങ്ങാനും മരണപ്പെട്ടാൽ റസൂലുള്ളാഹിൻ്റെ ആ ഒരു സുബത്ത് കിട്ടാതെ പോകുമോ എന്നുള്ള ഭയത്താൽ മദീന വിട്ട് പോകാതിരുന്ന ഇമാം മാലിക് റളിയല്ലാഹുവിൻ്റെ കഥയുണ്ട്. അതുപോലെ തന്നെ റസൂലുള്ള വഫാത്തായപ്പോൾ റസൂലില്ലാത്ത ഈ ഭൂമിയിൽ ഒരു കാഴ്ചയും ഇനി എനിക്ക് കാണേണ്ട നാഥ, എൻ്റെ കാഴ്ച നീ എടുത്തു മാറ്റണമെന്ന് പ്രാർത്ഥിച്ച അബ്ദുല്ലാഹി ഇബ്നു സെയ്ദിനെ പോലത്തെ ഒരുപാട് സഹാബാക്കളുണ്ട്. അബ്ദുല്ലാഹി ഇബ്നു സെയ്ദിൻ്റെ റളിയല്ലാഹു അൻഹുവിൻ്റെ കഥ പറയുന്നുണ്ട്. അദ്ദേഹം പറമ്പിലിങ്ങനെ പണിയെടുത്തിക്കുമ്പോഴാണ് റസൂലുള്ള വഫാത്തായി എന്നുള്ള ഈ ഒരു സംഭവം അറിയുന്നത്. നേരെ അള്ളാഹുവിനോട് പറയാം, അള്ളാഹു തആലയിലേക്ക് കൈ ഉയർത്തിയാണ് പറയാണ്, അള്ളാഹ് ഈ റസൂലില്ലാത്ത ഈ ഭൂമി എനിക്കിനി കാണാൻ വയ്യ, എൻ്റെ കണ്ണിൻ്റെ കാഴ്ച നീ തിരിച്ചെടുക്കണമെന്ന് പറഞ്ഞിട്ട് കാഴ്ച അപ്പം തന്നെ ആ ദുആക്ക് ഉത്തരം കിട്ടുകയും സ്വന്തം മകൻ്റെ കൈ പിടിച്ചിട്ടാണ് പിന്നീട് റസൂലുള്ളാഹിൻ്റെ ജനാസയുടെ അടുത്തേക്ക് സ്വഹാബി നടന്നു പോകണമെന്ന് നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയും. റസൂലുള്ളാഹിനെ സ്വഹാബികൾ സ്നേഹിച്ച കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഏറ്റവും എടുത്തു പറയേണ്ട ഒരാളാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. റസൂലുള്ളാഹിൻ്റെ ഒപ്പം എപ്പോഴും സ്വഹബത്തുണ്ടായി. ഇപ്പോൾ ഖബർ അവസാനം കിടക്കുന്നത് വരെ റസൂലുള്ളാഹിൻ്റെ ഒപ്പമാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിക്ക് വേണ്ടി ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചു. അതിൽ ഒരു സംഭവമായിട്ട് പറയാറുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ കാബാലയത്തിൽ നിസ്കരിക്കുന്ന സമയത്ത് മക്കാ മുശ്രിക്കുകൾ റസൂലുള്ളാഹിനെ ആക്രമിക്കാൻ വേണ്ടി വരികയാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇത് കാണുന്നുണ്ട്. ആ സമയത്ത് നേരെ മുമ്പിലേക്ക്, ശത്രുക്കളുടെ നേരെ മുമ്പിലേക്ക് വന്ന് നിൽക്കുകയാണ്. റസൂലുള്ളാഹിക്ക് സംരക്ഷണം ഏകിക്കൊണ്ട് നേരെ മുമ്പിൽ വന്ന് നിൽക്കുകയാണ്. ആ സമയത്ത് ശത്രുക്കൾ
കയ്യിൽ കിട്ടിയ ചെരുപ്പും സാധനങ്ങളൊക്കെ എടുത്തിട്ട് അടിക്കുകയാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ. ആ അടി കൊണ്ട് ആ പ്രഹരമേറ്റിട്ട് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ബോധം കിട്ടി വീഴുകയാണ്. ആ സമയത്ത് തൻ്റെ കബീലക്കാരായ ബനു തമീം ഗോത്രക്കാർ വന്നിട്ട് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ എടുത്ത് വീട്ടിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അങ്ങനെ വീട്ടിലേക്ക് കൊണ്ടുപോയി മഗ്‌രിബിനോടടുത്ത സമയത്തൊക്കെയാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ബോധം തെളിഞ്ഞു വരുന്നത്. അങ്ങനെ ബോധം തെളിഞ്ഞു വന്ന ഫസ്റ്റ് സമയത്ത് ആദ്യമായിട്ട് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിച്ചത്, അവിടെ ഉമ്മയുണ്ട്, ഉമ്മ വെള്ളം കൊടുക്കാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ബോധം തെളിഞ്ഞപ്പോൾ വെള്ളം കൊടുക്കാൻ വേണ്ടി നിൽക്കുകയാണ്. ആ സമയത്ത് ആദ്യം ചോദിച്ചത്, എൻ്റെ റസൂലുള്ളാഹിക്ക് എന്ത് പറ്റി? എൻ്റെ റസൂലുള്ളാഹ് ഞാൻ ബോധം കെടുന്ന സമയത്ത് റസൂലുള്ളാഹ് അവിടെ ഉണ്ട്. ഇപ്പോൾ റസൂലുള്ളാഹ് ഞാൻ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ഞാൻ വേറെ സ്ഥലത്താണ്, റസൂലുള്ളാഹിനെ കാണുന്നില്ല. റസൂലുള്ളാഹിക്ക് എന്ത് പറ്റിയെന്നാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആദ്യം ചോദിക്കുന്നത്. അപ്പോൾ ഉമ്മ പറയുന്നുണ്ട്, അതൊക്കെ നമുക്ക് ശരിയാക്കാം, ആദ്യം ഈ വെള്ളം ഒന്ന് കുടിക്കാൻ പറയുന്നുണ്ട്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നത്, വേണ്ട, വെള്ളം എനിക്കിപ്പോൾ വേണ്ട, എൻ്റെ റസൂലിന് എന്ത് പറ്റി എന്ന് അറിഞ്ഞതിന് ശേഷം ഞാൻ ഇനി എന്തെങ്കിലും കഴിക്കുമെന്ന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവിടുന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ഖത്താബിൻ്റെ മകൾ ഉമ്മു ജമീലിനെ വിളിച്ച് കൊണ്ടുവരൂ, എനിക്ക് അവരോട് ചോദിക്കണം റസൂലിനാക്ക് എന്ത് പറ്റിയെന്ന് എനിക്ക് ചോദിക്കണം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഉമ്മു ജമീലിൻ്റെ അടുത്ത് പോയിട്ട് റസൂലിനാക്ക് എന്ത് പറ്റി, റസൂലിനാക്ക് കുഴപ്പമൊന്നും ഇല്ല എന്ന് അറിഞ്ഞതിന് ശേഷമാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്തെങ്കിലും കഴിക്കാൻ വേണ്ടി കൂട്ടാക്കിയത് എന്നുള്ളത്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ പല സംഭവങ്ങളും നമുക്ക് പല സമയങ്ങളിലായിട്ട് റസൂലുള്ളാഹിക്ക് ആ ഒരു ഹുബ്ബിൻ്റെ കാര്യങ്ങൾ നമുക്ക് പല സമയങ്ങളിലും കാണാൻ സാധിക്കും. പ്രത്യേകിച്ച് ഹിജ്റയുടെ സമയത്തൊക്കെ നമ്മൾ പ്രത്യേകം പറഞ്ഞല്ലോ, ആ ഹിജ്റയിൽ റസൂലുള്ളാഹിൻ്റെ സുഹബത്ത് കിട്ടിയത് എന്നുള്ളത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ജീവിതത്തിലെ ഏറ്റവും മറക്കാനാവാത്തൊരു അനർഘ നിമിഷമായിട്ട് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എണ്ണാറുണ്ട്. കാരണം ആ ഹിജ്റയിൽ വേറെ ആരെയും കൂട്ടാൻ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കൂട്ടിയിട്ടാണല്ലോ റസൂലുള്ളാഹി ഒറ്റയ്ക്ക്, അവർ രണ്ടാളും ആണല്ലോ ആ ഹിജ്റയുടെ മുഴുവൻ കാര്യങ്ങളിലും യാതനകളൊക്കെ രണ്ടാളും പരസ്പരമാണല്ലോ ഷെയർ ചെയ്തത്. അങ്ങനെ ആ സൗർ ഗുഹയിൽ താമസിക്കുന്ന സമയത്ത് 3 ദിവസത്തോളം സൗർ ഗുഹയിൽ തങ്ങുന്ന സമയത്ത് ആദ്യം കയറിയപ്പോൾ തന്നെ അവിടെയുള്ള ഗുഹയിലെ കാര്യങ്ങളൊക്കെ വൃത്തിയാക്കിയിട്ടാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിനെ കയറ്റുന്നത്. അപ്പോൾ ആദ്യം അവിടെയുള്ള മാളങ്ങളൊക്കെ തുണിയൊക്കെ വെച്ചിട്ട് അടക്കുകയാണ്. അങ്ങനെ തുണിയൊക്കെ വെച്ച് അടച്ച് അവസാനം ഒരു മാളം ബാക്കിയാവാണ്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഗുഹയുടെ ഉള്ളിൽ കയറി ക്ഷീണം കൊണ്ട് റസൂലുള്ളാഹി കിടന്നുറങ്ങി. റസൂലുള്ളാഹി സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ മടിയിൽ തല വെച്ചിട്ട് കിടന്നുറങ്ങി. അങ്ങനെ ഉറങ്ങിപ്പോകുന്ന സമയത്ത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ ഒരു തള്ളവിരൽ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലിൻ്റെ തള്ളവിരൽ ആ ഒരു മാളത്തിൽ പിടിച്ചമർത്തി വെക്കുകയാണ്. ആ മാളം തുറന്ന് കിടക്കുകയാണല്ലോ. അങ്ങനെ ആ മാളത്തിൽ നിന്ന് ഒരു പാമ്പിൻ്റെ കടി ഏൽക്കുകയാണ്. വേദന സഹിക്കാൻ കഴിയുന്നില്ല സിദ്ദീഖ് അവർക്ക്, കാരണം പാമ്പിൻ്റെ കടിയേറ്റ്. പക്ഷേ റസൂലുള്ളാഹി തന്നെ മടിയിൽ കിടന്നുറങ്ങുകയാണ്. റസൂലുള്ളാഹി ക്ഷീണിതനായി കിടന്നുറങ്ങുകയാണ്. റസൂലുള്ളാഹി എണീക്കാൻ പാടില്ല. വേദന കടിച്ചമർത്തി ഒരുപാട് ശ്രമിച്ചു, പക്ഷേ എത്രത്തോളം സഹിക്കാൻ കഴിയുന്നു. പക്ഷേ ആ വേദന അവസാനം സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ കണ്ണിൽ നിന്ന് ഒരു കണ്ണുനീര് റസൂലുള്ളാഹിൻ്റെ കവിൾത്തടത്തിലേക്ക് ഒറ്റി വീഴുന്നുണ്ട്. ആ ഒരു ഒറ്റി വീഴുന്ന സമയത്ത് റസൂലുള്ളാഹി എണീറ്റിട്ട് ചോദിക്കുകയാണ്, എന്താണ് സിദ്ദീഖ്, എന്താ പറ്റിയതെന്ന് ചോദിക്കുമ്പോൾ ഇങ്ങനെ ഈ കാലിലെ മുറിവ് കാണിച്ചു കൊടുക്കുന്നതും റസൂലുള്ളാഹി തൻ്റെ ഉമിനീര് കൊണ്ട് ശിഫാക്കി കൊടുക്കുന്നതൊക്കെ നമുക്ക് അറിയാലോ. ആ ഒരു സംഭവത്തിലൊക്കെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിക്ക് വേണ്ടിയിട്ട് റസൂലുള്ളാഹി എന്താണോ റസൂലുള്ളാഹിക്ക് വേണ്ടിയിട്ട് തൻ്റെ ജീവിതം അത്രയും വേദന സഹിച്ചിട്ടും സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കടിച്ചമർത്തി ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഹിജ്റ പോകുന്ന സമയത്ത് തന്നെ പല റസൂലുള്ളാഹിൻ്റെ കൂടെ നടക്കുമ്പോൾ ചില സമയങ്ങളിൽ മുമ്പിൽ നടക്കും, ചില സമയത്ത് വലത്ത് ഭാഗത്ത്, ചില സമയത്ത് ഇടത്ത് ഭാഗത്തേക്ക് മാറി, പിന്നെ ചില സമയത്ത് ബാക്കിലേക്ക് മാറി നടക്കും. ഇതിങ്ങനെ മാറി നടക്കുന്നത് കണ്ടപ്പോൾ റസൂലുള്ളാഹി ചോദിക്കുകയാണ്, എന്താണ് സിദ്ദീഖ് ഇങ്ങനെ മാറി നടക്കുന്നത് ചോദിച്ചപ്പോൾ സിദ്ദീഖ് എന്നവർ പറയുകയാണ്, എനിക്ക് റസൂലുള്ളാഹിൻ്റെ മുമ്പിൽ നടക്കുമ്പോൾ ബാക്കിലൂടെ ആരെങ്കിലും ആക്രമിക്കാൻ വരുന്നുണ്ടോ എന്നിങ്ങനെ തോന്നും, അപ്പോൾ ബാക്കിലൂടെ നടക്കുകയാണ്. പിന്നെ വലത്തേ ഭാഗത്ത് കൂടെ ആരെങ്കിലും വരുന്നുണ്ടോ തോന്നും, അപ്പോൾ വലത്തേ ഭാഗത്തേക്ക് നിൽക്കും. പിന്നെ അപ്പുറത്തുനിന്ന് ആരെങ്കിലും വരുന്നുണ്ടോ തോന്നിയിട്ട് അങ്ങനെ ഓരോ സമയത്തും റസൂലുള്ളാഹിക്ക് എന്തെങ്കിലും എവിടെന്നെങ്കിലും ഒരു അക്രമം വരുന്നുണ്ടോ എന്ന് കാതോർത്ത് നിൽക്കുകയാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഓരോ സമയത്തും റസൂലുള്ളാഹിൻ്റെ ആ ഒരു സംഭവത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇതുപോലെ ഉഹുദ് യുദ്ധത്തിൽ നോക്കുകയാണെങ്കിൽ യുദ്ധത്തിൽ മുസ്ലിങ്ങൾ ഏകദേശം വിജയം ഉറപ്പിച്ച് നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് ഖാലിദ് ബിൻ വലീദിൻ്റെ സൈന്യം വന്നിട്ട് മുസ്ലിങ്ങളെ മൊത്തം വളയുന്നത്. അതുവരെ വിജയം ഉറപ്പിച്ച് ഇങ്ങനെ നിൽക്കുന്ന അവസ്ഥയിൽ പെട്ടെന്ന് അവരുടെ ആ ഒരു ആക്രമം മുസ്ലിങ്ങൾക്ക് ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒന്നായിരുന്നു. അങ്ങനെ പെട്ടെന്ന് എന്ത് ചെയ്തു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ ശത്രുസൈന്യം തങ്ങളെ ചുറ്റും നിൽക്കുകയാണ്. അങ്ങനെ ഈ ഒരു സംഭവം ദൂരെ നിന്ന് ആര് കാണുകയാണ്, ത്വൽഹാ റളിയല്ലാഹു അൻഹു കണ്ടിട്ട് ഓടി വരികയാണ്. എൻ്റെ റസൂലിന് എന്തെങ്കിലും പറ്റുമെന്ന് വിചാരിച്ചിട്ട് ഓടി വന്നിട്ട് എന്ത് ചെയ്യാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ ഇടയിലൂടെ കയറിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ ഇടത്തെ കയ്യിൽ പിടിച്ചിട്ട് നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ട്
നിമിത്തങ്ങൾക്ക് നേരെ വരുന്ന ഓരോ വെട്ടുകളും ഓരോ അമ്പുകളും സ്വന്തം കൈകൊണ്ട് ഇങ്ങനെ തടുത്തു മാറ്റിയാണ്. അങ്ങനെ എത്രയോ വെട്ടുകളും അമ്പുകളൊക്കെ കൊണ്ടിട്ട് അവസാനം കൈ ഇങ്ങനെ കുഴഞ്ഞു വെക്കുന്നുണ്ട്. അങ്ങനെ കുറേ പിന്നുന്നും കൈയിൻ്റെ ഭാഗത്തുനിന്നും എല്ലാ ഭാഗത്തുനിന്നും വെട്ടുകളും അമ്പുകളൊക്കെ കിട്ടിയിട്ട് അവസാനം തൊല്ലാർ റളിയല്ലാഹു ക്ഷയിച്ചുകൊണ്ട് നിലത്ത് വീഴുന്നുണ്ട്. അങ്ങനെ യുദ്ധമൊക്കെ കഴിഞ്ഞിട്ട് തൊല്ലാർ റളിയല്ലാഹു എടുത്തു നോക്കുമ്പോൾ ഏകദേശം 70ഓളം വെട്ടുകളും അമ്പിൻ്റെ ഏറുകളൊക്കെ ആയിട്ട് മുറിപ്പാടുകൾ ഉണ്ടായിട്ടുള്ളതായിട്ട് ചരിത്രത്തിൽ കാണാൻ പറ്റും. അത്രത്തോളം ഒരാളെ സ്നേഹിക്കണം എന്നുണ്ടെങ്കിൽ അതായിരുന്നില്ല ശരിക്കും അവർ കാണിച്ചിരുന്ന ഒരു ഹുബ്ബ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവർ സ്വഹാബത്ത് കാണിച്ചിരുന്ന ഒരു ഹുബ്ബ് എന്ന് പറയുന്നത് സ്വന്തം ജീവൻ കൊടുത്തിട്ടാണെങ്കിലും നബിയുടെ മേത്തൊരു പോറൽ പറ്റാൻ ആഗ്രഹിക്കാത്തൊരു തരം ഹുബ്ബ്, എന്തും ത്യജിക്കാനും തയ്യാറായിട്ടുള്ള ഒരു ഹുബ്ബ്. അത് വല്ലാത്തൊരു സംഭവം തന്നെയാണ് പറയാൻ പറ്റും. അങ്ങനെ നമ്മൾ സംഭവം പറയണ്ടേ, ഒരിക്കൽ നബി ആ ഒരു സാഹബിൻ്റെ കയ്യിൽ ഒരു സ്വർണ്ണ മോതിരം കാണും. അപ്പം നബി അത് ദേഷ്യപ്പെട്ടിട്ട് എടുത്ത് വലിച്ചെറിഞ്ഞു നബി ആ മോതിരം. അപ്പോൾ ഒരു സംഭവം കഴിയുമ്പോൾ ചില സാഹബത്തൊക്കെ ആ സാഹിബയോട് പറയും ആ മോതിരം എടുത്തോ. അപ്പോൾ ആ സാഹിബ് പറയും നബി വലിച്ചെറിഞ്ഞ മോതിരം എങ്ങനെ ഞാൻ എടുക്കുക, നബി എൻ്റെ കയ്യിൽ നിന്ന് ഒരു വലിച്ചെറിഞ്ഞ മോതിരം എങ്ങനെ ഞാൻ എടുക്കുക. അത്രക്കും നബി ഒഴിവാക്കിയ സാധനം എനിക്ക് വേണ്ട, അത്രക്കും ഒരു നബിനെ പരിഗണിച്ചിട്ടുണ്ട് സാഹിബ്. അതുപോലെ തന്നെ ഈ ആശിഖ്യങ്ങളെ കഥ പറയുമ്പോൾ ഒരിക്കലും വിട്ടുപോകാൻ പറ്റാത്തൊരു പേരാണ് ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹുവിൻ്റെ കഥ. ആ സഹാബിക്ക് താബിയാണ് അദ്ദേഹത്തിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാനുള്ളൊരു അവസരം കിട്ടിയിട്ടില്ല. ഭയങ്കര ആശിക്കായിരുന്നു പറഞ്ഞാൽ റസൂലായിരുന്നല്ല എന്ന് പറയില്ല, അത്രക്കും ഇഷ്കമായിരുന്നു. ഇത് റസൂലുള്ള ഈ ഒരു സംഭവം അറിയുന്നുണ്ട്, അങ്ങനെ ഉവൈസുൽ ഖർനി എന്നൊരു ആശിക്കുള്ളതായിട്ട് റസൂലുള്ള അറിയുന്നുണ്ട്. അങ്ങനെ റസൂലുള്ള സ്വഹാബത്തിനോട് പറയുന്നുണ്ട്. സ്വഹാബത്തിന് ആർക്കും അറിയില്ല, ഇവർക്കാർക്കും പരിചയമുള്ള ഒരാളൊന്നുമല്ല, അവരുടെ നാട്ടുകാരനോ ഒന്നും അങ്ങനൊന്നുമല്ല. സ്വഹാബത്തിനോട് പറയുന്നുണ്ട് ഉവൈസുൽ ഖർനി എന്നൊരു മനുഷ്യനുണ്ട്, നിങ്ങളെങ്ങാനും അവന് ആ ഉവൈസുൽ ഖർനി എന്നെ വല്ലാതെ സ്നേഹിക്കുന്നുണ്ട്, നിങ്ങൾ ആരെങ്കിലും ഉവൈസുൽ ഖർനിയെ കാണുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ സലാം പറയണം, അദ്ദേഹത്തോട് എൻ്റെ സലാം പറയണം, നിങ്ങൾ അദ്ദേഹത്തെ കൊണ്ട് ദുആ ചെയ്യിപ്പിക്കണമെന്ന് സലഹുസ്ലാങ്ങൾ വസിയത്ത് നൽകുന്നുണ്ട്. എന്നിട്ട് ഒരുപാട് കാര്യങ്ങൾക്ക് ശേഷം ഇവർ സ്വഹാബാക്കൾ പലരും അന്വേഷിച്ചിട്ടുണ്ട് ഈ ഉവൈസുൽ ഖർനി ആരാണ്, റസൂലുള്ള ഇങ്ങനെ എടുത്ത് പറഞ്ഞ ഉവൈസുൽ ഖർനി ആരാന്ന് ഇവർ കുറേ അന്വേഷിച്ചിട്ടുണ്ട്. അങ്ങനെ അവസാനം ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണകാലത്താണെന്ന് തോന്നുന്നു, ഉമർ റളിയല്ലാഹു അൻഹു ഒരു അന്വേഷണ സംഘത്തിന് അയക്കുന്നുണ്ട് ഈ ഉവൈസുൽ ഖർനി എന്ന് റസൂലുള്ളാഹി പരാമർശിച്ച ആളെ കണ്ടെത്തണം എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഈ അന്വേഷണ സംഘം മക്കത്തെത്തിയിട്ട് ഇങ്ങനെ അവിടുന്ന് ഇങ്ങനെ വിളിച്ചു പറയാണ്, ഉവൈസ് എന്ന് പേരുള്ള ഒരാൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയെങ്കിൽ ഒന്ന് പറഞ്ഞു തരണം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഈ അന്വേഷണ സംഘം വിളിച്ചു പറയാണ്. അങ്ങനെ യമനിൽ നിന്ന് വന്ന ഒരു സംഘം പറയുന്നുണ്ട്, ഞങ്ങൾക്കൊരു ഉവൈസിനെ അറിയാം, പക്ഷേ ഒരു ഖലീഫ ചോദിക്കാൻ മാത്രം റസൂലുള്ള പരാമർശിക്കാൻ മാത്രമൊന്നും അയാളില്ല, അയാളൊരു ഭ്രാന്തനാണ്, നമ്മൾ ഒഴിവാക്കിയ വേസ്റ്റ് എന്നൊക്കെ ഭക്ഷണം കഴിക്കുന്ന ഒരു ഭ്രാന്തനായ ഒരു ഉവൈസിനെ ഞങ്ങൾക്കറിയാം, അതിട്ടാണോ എന്ന് ചോദിക്കും. അങ്ങനെ ഈ അന്വേഷണ സംഘം ഉവൈസിനെ തേടി അങ്ങോട്ട് പോവാണ്. അങ്ങനെ സംഭവം കേട്ടപ്പോൾ ഞാൻ നോക്കുമ്പം പറഞ്ഞതുപോലെ തന്നെ അങ്ങനെ ഒരു ഭ്രാന്തനായ ഒരു ഉവൈസിനെയാണ് കാണുന്നത്. പക്ഷെ ഉവൈസുല്ലാഹു ഇവർ റസൂലിൻ്റെ സ്വഹാബത്താണ് എന്നൊക്കെ അറിഞ്ഞപ്പോൾ ആദ്യം ഈ സ്വഹാബത്തിനോട് ചോദിക്കണത് ഉഹുദിൽ നിങ്ങൾ എവിടെയിനി, റസൂലിൻ്റെ പല്ല് പൊട്ടിക്കിടന്നപ്പോൾ നിങ്ങൾ എവിടെയിനി എന്നാണ് സ്വഹാബത്തിനോട് ചോദിക്കുന്നത്. അത്രക്കും ഇഷ്കിൽ അലിഞ്ഞു പോയ അങ്ങനെ ഒരുപാട് താബികളുടെ കഥകൾ വരെ നമുക്കിങ്ങനെ കാണാൻ സാധിക്കും. അതുപോലെ നബി ഉമ്മത്തിനെ വളരെയധികം സ്നേഹിച്ചിട്ടുണ്ട്. ഒരിക്കൽ നബി ചോദിക്കുന്നുണ്ട് ഞാൻ എന്നാ എൻ്റെ സഹോദരന്മാരെ കാണുക. അപ്പോൾ തിരിച്ച് സഹാബത്ത് ചോദിക്കും അവലേസനവന് ഇഹ്വാനുക്ക്, നബിയെ ഞങ്ങളല്ല നിങ്ങളെ സഹോദരന്മാരെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നബി പറയും അൻതു അസ്ഹാബി, നിങ്ങളെൻ്റെ സ്വഹാബത്താണ്, വലാക്കിന്നെ ഇഹ്വാനി ആമനു ബി വലം യറൗനി, എന്നെ കാണാതിരുന്നിട്ട് കൂടി എന്നെ വിശ്വസിച്ചവരാണ് എൻ്റെ സഹോദരന്മാർ നബി പറയുന്നുണ്ട്. അതുപോലെ തന്നെ റസൂലുള്ളാഹിൻ്റെ ഒരു സംഭവം നമുക്ക് കാണാം. ഈ മഹ്ശറിലെ സംഭവം പറയുമ്പോൾ റസൂലുള്ള ഇങ്ങനെ സുജൂദിൽ വീണ് കിടക്കാൻ ഷഫാത്തിന് വേണ്ടിയിട്ട് റസൂലുള്ള ഇങ്ങനെ സുജൂദിൽ വീണ് കിടക്കുന്ന പറയും. എന്നിട്ട് അല്ലാഹുമ്മ സല്ലിം ഉമ്മത്തി എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഉമ്മത്തിനെ രക്ഷപ്പെടുത്തണേ എന്ന് പറഞ്ഞിട്ട് സുജൂദിൽ ഇങ്ങനെ വീണ് കിടക്കും. അഥവാ എത്രത്തോളം എന്ന് വെച്ചാൽ ഒരാൾ ജീവിതകാലത്ത് എങ്ങാനും മനസ്സിലൊരു ലാ ഇലാഹ ഇല്ലല്ലാഹ് തസ്ദീഖ് ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അയാളെ കൂടി സ്വർഗത്തിൽ എത്തുമെന്ന് ഉള്ള ഉറപ്പ് കിട്ടിയിട്ട് റസൂലുള്ള ആ ഒരു സുജൂദിന് നീക്കുള്ളൂ എന്നാണ് നമുക്ക് അതിൽ മനസ്സിലാക്കാൻ സാധിക്കും. അല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ നമ്മളൊരു ഹദീസിൽ പഠിക്കുകയുണ്ടല്ലോ, അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ അംബിയാ മുർസലീങ്ങൾക്കും തൻ്റെ ഉമ്മത്തിന് വേണ്ടിയിട്ട് ദുആ ചെയ്യാനുള്ളൊരു അവസരം നൽകുന്നുണ്ട്. ആ ദുആക്ക് അള്ളാഹ് എന്തായാലും ഉത്തരം നൽകുമെന്ന് പറഞ്ഞിട്ടുള്ള ഒരു ദുആ.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറഞ്ഞിട്ട് പഠിപ്പിക്കുന്നുണ്ട്. എല്ലാ അമ്പിയാക്കളും മുസ്ലിങ്ങളും അവർക്ക് വേണ്ടിയിട്ടുള്ള ദുആ ഈ ദുനിയാവിൽ തന്നെ ദ്വാരന്നിട്ടുണ്ട്, അള്ളാഹുവിനോട് ചോദിച്ച് വാങ്ങിയിട്ടുണ്ട്. എന്നാൽ ഞാനത് എൻ്റെ ഉമ്മത്തിന് വേണ്ടിയിട്ടുള്ളത് ആഖിറത്തിലേക്ക് മാറ്റി വെച്ചിരിക്കുകയാണ്. ഞാനത് അവിടെ നിന്ന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ശഫാത്തിന് വേണ്ടിയിട്ട് ദുആ ചെയ്യുമെന്ന് പറയുന്നുണ്ട്. അള്ളാഹുവിനോട് ചോദിച്ച് വാങ്ങിത്തരുമെന്ന് പഠിപ്പിക്കുന്നുണ്ട് നമ്മളെ. ഒരിക്കൽ ആയിഷ ബീവി ഇങ്ങനെ നരകത്തിനെ പറ്റി ആലോചിച്ച് ഇങ്ങനെ കരയാണ്. അപ്പോൾ നബി ഒന്ന് ചോദിക്കും, എന്താ ആയിഷ കരയണോ ചോദിക്കും. അപ്പോൾ ആയിഷ ബീവി പറയും, നബി മഹ്ശറയുടെ അവസ്ഥ ആലോചിച്ചിട്ട് കരയാണ് നബി, നിങ്ങൾക്ക് അപ്പോൾ കുടുംബക്കാരൊക്കെ ഓർമ്മ ഉണ്ടാവുമോ. അപ്പോൾ നബി പറയും, മഹ്ശറയിൽ 3 സ്ഥലത്ത് ലാ യദ്കുറു അഹദുൻ അഹദ, ഒരാളും വേറൊരാളെ പറ്റി ചിന്തിക്കാത്ത സ്ഥലം ഉണ്ടാവും. സിറാത്ത് പാലത്തിൻ്റെ അടുത്ത്, കിതാബ് നൽകപ്പെടുന്നിടത്ത്, നന്മതിന്മകൾ തൂക്കപ്പെടുന്ന മീസാൻ്റെ അടുത്ത്, അവിടെ ആരും ഓർക്കൂല. പക്ഷെ അവിടെ ഉമ്മത്തിന് വേണ്ടി ഞാൻ ഉണ്ടാവും, ഉമ്മത്തിനെ ഓരോരുത്തർ രക്ഷപ്പെടുത്താൻ ഞാൻ അവിടെ ഉണ്ടാവും നബി പറഞ്ഞു. ഒരു 23 വർഷത്തെ ദഅവത്തിൻ്റെ കാലഘട്ടം എന്ന് പറഞ്ഞല്ലോ, അതിൽ 63 വർഷത്തെ റസൂലുള്ളാഹിൻ്റെ ജീവിതം. അവസാന ഘട്ടത്തിൽ റസൂലുള്ളാഹ് വഫാത്താവണ ആ ഒരു സമയമുണ്ടല്ലോ, ആ സമയത്തെ കഥകൾ ഇങ്ങനെ പല സംഭവങ്ങളും ഇങ്ങനെ പറയാറുണ്ട്. റസൂലുള്ളാഹ് വഫാത്തായ ആ ദിവസത്തെ അത്ര വിവരണമായി ഞാൻ ഒരിക്കലും ഈ ആകാശത്തെ കണ്ടിട്ടില്ല എന്ന് സഹാബാക്കൾ പറയുന്നത് നമുക്ക് കേൾക്കാൻ കഴിയും. മലയാളത്തിൽ തന്നെ ഒരു പാട്ടുണ്ട് ഈ റസൂലുള്ളാഹിൻ്റെ വഫാത്തിനെ കുറിച്ച്. ശരിക്കും അത് കേട്ടാൽ ഏതൊരാശിക്കാണെങ്കിലും അറിയാതെ കണ്ണിന്ന് വെള്ളം വന്നു പോണ ഒരു പാട്ടുണ്ടല്ലോ, അഷ്റഫുൽ ഖൽക്കിൻ്റെ വഫാത്തിന് നേരത്തെ എന്ന് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ആ ഒരു പാട്ടൊന്ന് കേട്ടു. അഷ്റഫുൽ ഖൽഖിൻ വഫാത്തിൻ്റെ നേരത്ത് അർളും സമാവാത്തും പൊട്ടിക്കരഞ്ഞല്ലോ, ആരംഭപ്പൂവിൻ്റെ ഹാലും നീല കണ്ട് ആലും സ്വഹാബത്തും ദുഃഖിച്ചിരിപ്പല്ലോ, മുത്തായ തങ്ങൾ തളർന്ന് കിടക്കുന്നു, മുത്ത് മോൾ ഫാത്തിമ ചാരത്തിരിക്കുന്നു, മുത്തായ തങ്ങൾ തളർന്ന് കിടക്കുന്നു, മുത്ത് മോൾ ഫാത്തിമ ചാരത്തിരിക്കുന്നു, ഏറ്റം വിഷാദത്താലുപ്പയെ നോക്കുന്നു, ഏറെ പരിചരിച്ചെല്ലാരും നിൽക്കുന്നു. അതിൽ ഫാത്തിമ ബീവിൻ്റെ സംഭവം പറയണ്ടല്ലോ, ഈ രണ്ടാമത് പാടിയ മുത്തായ തങ്ങൾ തളർന്ന് കിടക്കുന്ന സമയത്ത് ഫാത്തിമ ബീവി റസൂലുള്ളാഹിൻ്റെ അടുത്ത് ഇരിക്കുന്നുണ്ടല്ലോ, റസൂലുള്ളാഹി വഫാത്താവിൻ്റെ ആ നേരത്ത്. ആ ഒരു സമയത്ത് ഫാത്തിമ ബീവി ആകെ തളർന്നിരിക്കുകയാണ്, തൻ്റെ പിതാവ് മരണശൈലിയിൽ കിടക്കുകയാണ്. അപ്പോൾ ആകെ തളർന്നിരിക്കുന്നൊരു സമയമാണ്. ആദ്യം റസൂലുള്ളാഹി ഈ ഒരു വഫാത്താവുമെന്നുള്ള ഒരു സംഭവം റസൂലുള്ളാഹി ഫാത്തിമ ബീവിനോട് പറയുന്നുണ്ട്, ഞാൻ വഫാത്താവാൻ പോവുകയാണ് ഫാത്തിമ എന്ന്, ഞാൻ മരണപ്പെടാൻ പോവുകയാണ് എന്ന് ഫാത്തിമ ബീവിനോട് പറയുമ്പോൾ ഫാത്തിമ ബീവി പൊട്ടിക്കരയാണ്. പിന്നെ അതിന് ശേഷം റസൂലുള്ളാഹി അടുത്തേക്ക് ചേർത്ത് പിടിച്ചിട്ട് ഫാത്തിമ ബീവിനോട് ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ ഫാത്തിമ ബീവി സന്തോഷിക്കുകയാണ്. എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ, ഇനി അടുത്തത് എൻ്റെ കുടുംബത്തിൽ നിന്ന് എൻ്റെ അടുത്തേക്ക് ആദ്യം വരാനുള്ളത് നീയാണ് ഫാത്തിമ എന്നാണ് പറഞ്ഞത്. അതിൻ്റെ അർത്ഥം അടുത്ത് നമ്മുടെ കുടുംബത്തിൽ നിന്ന് ആദ്യം മരിക്കാനുള്ളത് നീയാണെന്നാണ് പറഞ്ഞത്. പക്ഷെ അത് കേൾക്കുമ്പോൾ ഫാത്തിമ ബീവി എന്തെന്നില്ലാത്ത സന്തോഷമാണ്. കാരണം എൻ്റെ ഹബീബ് റസൂലുള്ളാഹിൻ്റെ അടുത്തേക്ക് ആദ്യം ഇനി കൂടുതൽ സമയമില്ലാതെ തൊട്ട് അടുത്ത സമയത്ത് എനിക്ക് പോകാൻ പറ്റുമല്ലോ എന്നുള്ള ആ ഒരു സംഭവം കൊണ്ടാണ് ഫാത്തിമ ബീവി അവിടെ നിന്ന് ചിരിച്ച ഒരു സംഭവം ഉണ്ടായത്. ആ ഒരു ദിവസത്തിൽ ഇങ്ങനെ ഒരുപാട് ഭയങ്കര സങ്കടകരമായ കാര്യങ്ങളുണ്ട്. റസൂലുള്ളാഹി ഇങ്ങനെ നടക്കാൻ പോലും കഴിയാതെ ബിലാലിന്റെ തോളിൽ ഇങ്ങനെ താങ്ങിയിട്ട് പള്ളിയിലേക്ക് സുബ്ഹി നിസ്കാരത്തിൻ്റെ സമയമാണെന്ന് തോന്നുന്നു. സുബ്ഹി നിസ്കാരത്തിൻ്റെ സമയത്ത് ഇങ്ങനെ ബിലാലിന്റെ തോളിൽ താങ്ങിയിട്ട് ഇങ്ങനെ പള്ളിക്ക് കടന്നു വരുന്ന ഒരു രംഗമൊക്കെ സ്വഹാബത്ത് ഇങ്ങനെ പറയുന്നുണ്ട്. റസൂലുള്ളാഹി കടന്നു വരുന്ന ആ സമയത്ത് അവിടെ നിസ്കാരം നടന്നുകൊണ്ടിരിക്കുകയാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നിസ്കാരത്തിന് നേതൃത്വം നൽകുകയാണ്. റസൂലുള്ളാഹി കടന്നു വരുന്നത് അറിഞ്ഞപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മെല്ലെ പുറകോട്ട് ഇങ്ങനെ ഇറങ്ങും. റസൂലുള്ളാഹി വേണ്ട, നിസ്കരിച്ചൊന്ന് നിങ്ങൾ തന്നെ നേതൃത്വം കൊടുത്തു എന്നുള്ളവർക്ക് ഇങ്ങനെ ആംഗ്യം കാണിക്കും. അങ്ങനെ റസൂലുള്ളാഹി ഒരു 23 വർഷം കൊണ്ട് ഇവിടെ ഉണ്ടാക്കിയെടുത്തൊരു ദഅവത്തിൻ്റെ ആ ഒരു റിസൾട്ട് ഇങ്ങനെ നിറ കണ്ണുകളോടെ അവരിങ്ങനെ അള്ളാഹുവിൻ്റെ മുമ്പിൽ സാഷ്ടാംഗം നമിക്കുന്നത് റസൂലുള്ളാഹി ഇങ്ങനെ നോക്കി നിൽക്കുന്ന ഒരു രംഗമൊക്കെ നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയും. ആ ഒരു ഇഷ്കിൽ ഒരിക്കലെങ്കിലും എല്ലാവർക്കും ഒന്ന് അറിയണം. മദീനയിലേക്ക് കൽബ് കൊണ്ടെങ്കിലും
ഒരിക്കലെങ്കിലും യാത്ര പോകാൻ എല്ലാവർക്കും കഴിയണം. ഉവൈസുൽ ഖർണിയെ നേരിട്ട് കണ്ടിട്ടില്ലെങ്കിലും ഉവൈസുൽ ഖർണിയുടെ ഇഷ്ക് തിരിച്ചറിഞ്ഞ റസൂലുള്ള ഇന്നും ഓരോ ആശിക്കിനെയും കാത്ത് മദീനത്തെ മണ്ണിനടിയിൽ ഉറങ്ങുന്നുണ്ട്. നമ്മളെ ഇവിടെ ചെല്ലുന്ന ഓരോ സ്വലാത്തുകളും ആശിക്കിൻ്റെ സ്വലാത്തുകളും റസൂലുള്ളാഹിലേക്ക് എത്തിച്ചു കൊടുക്കാൻ പ്രത്യേകം മലക്കുകൾ അള്ളാഹു നിയമിച്ചിട്ടുണ്ടെന്ന് നമ്മൾ പറയാറുണ്ടല്ലോ. അതുപോലെ തന്നെ പിൽക്കാലത്ത് വന്ന ഒരുപാട് ആശികങ്ങൾ നമുക്കറിയാം. ബുസീരി തങ്ങൾ, അദ്ദേഹം ആ ഒരു തനിക്കുണ്ടായൊരു അസുഖം മാറി വരുന്നത് അദ്ദേഹം എഴുതിയ ബുർദയിലൂടെയാണ്, ഖസീദത്തുൽ ബുർദയിലൂടെയാണ്. അതുപോലെ തന്നെ നമ്മളെ ഏറ്റവും അടുത്ത് ഉമർ ഖാദിയുടെ കഥ നമുക്കറിയാം. അവിടെ മദീനത്തെ റൗളയുടെ മുമ്പിൽ ചെന്നിട്ട് ബൈത്ത് ഇങ്ങനെ പാടുമ്പോൾ മദീനത്തെ ആ ഗേറ്റ് താനെ തുറന്നു എന്നാണ്. ഏതൊരു ആശിക്കിന് മുമ്പിലും തുറന്നു കിടക്കുന്ന ഒരു ഗേറ്റായിട്ട് റസൂലുള്ള അവിടെ മദീനത്തുണ്ട്. ഒരിക്കലെങ്കിലും കൽബ് കൊണ്ടെങ്കിലും സ്വപ്നത്തിലെങ്കിലും ആ ഒരു ചാരത്ത് എത്തിച്ചേരാൻ നമുക്ക് എല്ലാവർക്കും ഭാഗ്യം കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഒരു എപ്പിസോഡ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അസ്സലാമു അലൈക്കും.